എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. കേരളത്തിന്റെ സാംസ്കാരിക മേഖലയിൽ അഭൂതപൂർവമായ പരിവർത്തനത്തിന് നാന്ദി കുറിച്ച മലയാള ഭാഷയുടെയും കേരളീയ സംസ്കൃതിയുടെയും പിതൃസ്വരൂപം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ 16-ാം നൂറ്റാണ്ടിന്റെ കലാപമുഖരിതമായ അന്തരീക്ഷത്തിൽ ഭക്തിയുടെ ശാന്തി നിലാവ് ഉദിപ്പിച്ച എഴുത്തച്ഛന്റെ കൃതികൾ കേരളത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് കാര്യമായ സംഭാവനകൾ അർപ്പിച്ചു എന്നത് നിസ്തർക്കമാണ്. കർക്കിടക മാസം രാമായണ മാസമായി പരിവർത്തനത്തിന് വിധേയമാവുന്ന ഈ കാലഘട്ടത്തിൽ കർക്കിടക മാസത്തിന്റെ ദോഷബിന്ദുക്കളെ സമ്പൂർണമായി നിർമ്മാർജ്ജനം ചെയ്ത് ഭക്തിയുടെ അനുഗ്രഹത്തിന്റെ ശ്രേഷ്ഠമായ സാംസ്കാരിക ബോധത്തിന്റെ മാസമായി കർക്കിടക മാസത്തെ പരിവർത്തനപ്പെടുത്തിയ പരമേശ്വർജി അടക്കമുള്ള മഹത്തുക്കളെ ആദരവോടെ കൃതജ്ഞതാപൂർവം സ്മരിക്കേണ്ട സന്ദർഭമാണ്. ഈ വർഷത്തെ രാമായണ ലാവണ്യം എന്ന പേരിട്ടിട്ടുള്ള തപസ്വിയുടെ ത്രിദിന സെമിനാർ രാമായണത്തിന്റെ വിവിധ വശങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഉജ്ജ്വലമായ അനുഭവം കൊണ്ട് സമ്പന്നമായി. ത്രിദിന ദേശീയ സെമിനാറിൽ കേരളത്തിന് വെളിച്ചമേകിയ മഹാവ്യക്തിത്വങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. രാമായണ ലാവണ്യം തീർച്ചയായും പുതിയ കാലത്ത് കോവിഡ് എന്ന മഹാമാരി നമ്മെ ഗ്രസിക്കുന്ന സന്ദർഭത്തിൽ അനുഭവത്തിന്റെ പുതിയ തലങ്ങളിലേക്ക് നമ്മെ നയിക്കും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാ സജ്ജനങ്ങളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് തപസ്വിയുടെ നാന്ദിഗീതം ആലപിക്കുവാൻ മഹാകവി അക്കിത്തം രചിച്ച തപസ്വിയുടെ അനശ്വരമായ നാന്ദിഗീതം ആലപിക്കുവാൻ തപസ്വിയുടെ മുതിർന്ന പ്രവർത്തകനായ ദാമോദരേട്ടനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഒറ്റുമണ്ണിന്റെ കരളിലെ കണ്ണുനീരിറ്റിൽ നിന്നാദ്യം കുരുത്ത പൂവേ മാനവവംശ സുഷുമ്നതന്നറ്റത്തൊരാനന്ദമായി വിടർന്ന പൂവേ ആയിരം കൂർത്തദളങ്ങളോടെ 10,000 വർഷം പുലർന്ന പൂവേ ആത്മാവിനിന്നും ജരാനര തീണ്ടാത്തൊരാലോചനാമൃതം തന്ന പൂവേ തൂവെള്ളത്താമരപ്പൂവേ നിരന്തരം തൂവുക തൂവുക സൗരഭം നീ ഞാനതുൾക്കൊണ്ടു മയങ്ങവേ ചിത്തത്തിൻ ജ്ഞാനക്കൺപോള വിടർന്നിടുന്നു ദീനാനുകമ്പയാലാവിയായിത്തീർന്നു ഞാൻ ഗാനം പോൽ കാറ്റിൽ പരന്നിടുന്നു സോമത്തെ സാമത്തെ വെല്ലുന്നൊരു ലയരോമാഞ്ചമായി ഞാൻ ഉയർന്നിടുന്നു ആത്മാവിനിന്നും ജരാനര തീണ്ടാത്തൊരാലോചനാമൃതം തന്ന പൂവേ തൂവെള്ളത്താമരപ്പൂവേ നിരന്തരം തൂവുക തൂവുക സൗരഭം നീ തൂവെള്ളത്താമരപ്പൂവേ നിരന്തരം തൂവുക തൂവുക സൗരഭം നീ തൂവുക തൂവുക സൗരഭം നീ തൂവുക തൂവുക സൗരഭം നീ. ത്രിദിന സെമിനാറിന്റെ
ആദ്യത്തെ സെഷന് അധ്യക്ഷത വഹിക്കുന്നത് തപസ്യയുടെ മുതിർന്ന പ്രവർത്തകൻ, സംസ്ഥാന ഉപാധ്യക്ഷൻ, പ്രശസ്തനായ ഗ്രന്ഥകാരൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ മുരളി പാറപ്പുറമാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. തപസ്യ കലാസാഹിത്യവേദി സംഘടിപ്പിക്കുന്ന രാമായണ ലാവണ്യം എന്ന പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നമസ്കാരം. കലയുടെയും സാഹിത്യത്തിന്റെയും മേഖലയിൽ കാലുറപ്പിച്ച് നിന്നുകൊണ്ട് തന്നെ ഭാരതീയ സംസ്കാരത്തിന്റെ ഉത്തമ അംശങ്ങളെ ആധുനിക സമൂഹത്തിന്റെ രംഗവേദിയിൽ ആവിഷ്കരിക്കുന്ന പ്രസ്ഥാനമാണ് തപസ്യ. സനാതന മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നതിനൊപ്പം സമകാലത്തിന്റെ സ്പന്ദനങ്ങളെ ഉൾക്കൊള്ളാനും തപസ്യയ്ക്ക് ബാധ്യതയുണ്ട്. ഈ ഒരു സമീപനത്തെ മുൻനിർത്തിയാണ് തപസ്യ കലാസാഹിത്യവേദി രാമായണ മാസവും ആചരിക്കുന്നത്. സ്വാഭാവികമായും അത് മറ്റ് പ്രസ്ഥാനങ്ങൾ സംഘടിപ്പിക്കുന്ന ഇത്തരം പരിപാടികളിൽ നിന്ന് പലതുകൊണ്ടും വ്യതിരിക്തവും സർഗാത്മകവുമായി. എഴുത്തച്ഛനും കേരളീയ നവോത്ഥാനവും എന്ന വിഷയം നാം ചർച്ചയ്ക്കെടുക്കുമ്പോൾ നവോത്ഥാനത്തെക്കുറിച്ച് നമ്മുടെ പല ധാരണകളും നമ്മുടെ കാഴ്ചപ്പാടുകളും വിശ്വാസങ്ങളും ഒക്കെ വിപുലീകരിക്കേണ്ടതും നവീകരിക്കേണ്ടതുമുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നവോത്ഥാനം എന്ന വാക്കിനോട് നാം പലപ്പോഴും ചേർത്ത് വെക്കാറുള്ള കാലം 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതി അല്ലെങ്കിൽ ഉത്തരാർദ്ധം ആണ്. 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ആരംഭിച്ച നവോത്ഥാനത്തെ കുറിച്ചാണ് നാം അധികവും ചർച്ചകൾ നടത്തിയിട്ടുള്ളത്. പക്ഷെ എഴുത്തച്ഛന്റെ കാലം എന്ന് പറയുന്നത് 15-16 നൂറ്റാണ്ടാണ്. അപ്പോ ആ കാലത്ത് ഒരു നവോത്ഥാനം സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എഴുത്തച്ഛന് അതിൽ വഹിക്കാൻ കഴിഞ്ഞ പങ്ക് എന്താണ് എന്ന ഒരു വിചാരം ആണ് ഇവിടെ അധികവും നടക്കുന്നത് എന്ന് ഞാൻ കരുതുകയാണ്. പത്തൊമ്പതാം നൂറ്റാണ്ടിലെ നവോത്ഥാനത്തിൽ നിന്ന് 3-4 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് എഴുത്തച്ഛൻ എന്ന മഹാകവി നമ്മുടെ സമൂഹത്തിൽ വരുത്തിയ വലിയ മാറ്റങ്ങൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 19-ാം നൂറ്റാണ്ടിൽ പോലും നമ്മുടെ സമൂഹത്തിന് അഭികാമ്യമല്ലാത്ത ഒരുപാട് അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അനീതികൾ, മറ്റ് അധാർമിക വൃത്തികൾ ഒക്കെ ഉണ്ടായിരുന്നു. അതിനെതിരെയാണ് ശ്രീനാരായണ ഗുരുദേവന്റെയും ചട്ടമ്പി സ്വാമികളുടെയും അയ്യങ്കാളിയുടെയും മറ്റും നേതൃത്വത്തിൽ ഒരു നവോത്ഥാന ശ്രമങ്ങൾ നടന്നത്. 3-4 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് എഴുത്തച്ഛന്റെ കാലം പരിശോധിക്കുമ്പോഴും സമൂഹത്തിൽ പ്രയാണത്തിന് തടസ്സമാകുന്ന നിരവധി ഘടകങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കാണാം. ഇതിനെതിരെ തന്റേതായ രീതിയിൽ വളരെ ശക്തമായും വളരെ ഫലപ്രദമായും ഇടപെടാൻ കഴിഞ്ഞ ഒരു മഹാകവിയാണ്, അല്ലെങ്കിൽ നവോത്ഥാന നായകനാണ് എഴുത്തച്ഛൻ.
രാമായണം നാം സൂക്ഷ്മമായി വായിച്ചു നോക്കുമ്പോൾ, അധ്യാത്മ രാമായണം സൂക്ഷ്മമായി വായിക്കുമ്പോൾ സാമൂഹ്യ ജീവിതത്തിന്റെ അന്നത്തെ കാലത്തിന്റെ സ്പന്ദനങ്ങൾ അതിൽ നമുക്ക് കേൾക്കാൻ കഴിയും. ഒരു ഒഴിവുകാല വിനോദം എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ തന്റെ സർഗാത്മകമായ കഴിവ് പ്രകടിപ്പിക്കണം എന്ന ഒരു ഉദ്ദേശത്തിലോ മാത്രം എഴുത്തച്ഛൻ എഴുതിയതല്ല അധ്യാത്മരാമായണം. കേരളത്തിന് പുറത്ത് വിപുലമായി സഞ്ചരിക്കുകയും അറിവുകൾ നേടുകയും ഒക്കെ ചെയ്തിട്ടുള്ള എഴുത്തച്ഛൻ അന്നത്തെ കേരളത്തിന്റെ സാമൂഹ്യ ചുറ്റുപാടുകൾ മാറണം എന്ന ഉത്കടമായ ഒരു ആഗ്രഹത്തോടെയാണ് ഈ അധ്യാത്മരാമായണം എഴുതി തീർത്തിട്ടുള്ളത്. അപ്പോ അന്നും എഴുത്തച്ഛന്റെ കാലത്തും ഒരു നവോത്ഥാനം സംഭവിച്ചിട്ടുണ്ട്. ആ നവോത്ഥാനത്തിന്റെ ഗുണഭോക്താവാൻ അന്നത്തെ സമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ വക കാര്യങ്ങൾ നമ്മുടെ ഈ സെമിനാറിൽ ചർച്ച ചെയ്യപ്പെടും, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടണം. വളരെ പ്രഗത്ഭരായ ആളുകൾ, പ്രഭാഷകരും ഉദ്ഘാടകരും ഒക്കെയായി ഈ പരിപാടിയിൽ അണിനിരക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ഒക്കെ വാക്കുകൾക്ക് കാതോർക്കുക, അവർ മുന്നോട്ട് വയ്ക്കുന്ന വിചാരങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുക. അധ്യക്ഷ എന്ന നിലയിൽ ഇത്രയും വാക്കുകൾ ആണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. എഴുത്തച്ഛനും കേരളീയ നവോത്ഥാനവും എന്ന സുപ്രധാനമായ വിഷയം ഇന്ന് ഇവിടെ ചർച്ചാവിധേയമാകുമ്പോൾ തപസ്വിയുടെ ഈ അനുഗ്രഹീതമായ വേദിയിൽ ഉദ്ഘാടകനായി എത്തുന്നത് മലയാളത്തിന്റെ കവിപുണ്യം, പ്രശസ്തനായ കവി, ചലച്ചിത്രഗാന രചയിതാവ്, ഏറ്റവും പ്രിയങ്കരനായ ആദരണീയനായ ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. അദ്ദേഹത്തെ തപസ്വിയുടെ ഈ വേദിയിലേക്ക് ഉദ്ഘാടന ഭാഷണത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. രാമായണ ലാവണ്യം, മനോഹരമായ ഒരു പേരാണത്. തപസ്യയുടെ ഈ പരിപാടി വളരെ ഹൃദയപൂർവ്വം വിനയപൂർവ്വം ശ്രീരാമദേവനെ നമസ്കരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എന്താണ് രാമായണം എന്ന് പലർക്കും അറിയില്ല. എന്താണ് ആ പദത്തിൻ്റെ അർത്ഥം? രാമായണം പല രീതിയിലും മലയാളത്തിൽ പറയാറുണ്ട്. രാമായണം എന്ന് കുഞ്ഞുണ്ണി മാഷ് പറയാറുണ്ട്. രാത്രി മായണം, എന്നിട്ട് പ്രഭാതം വരണം എന്നൊരർത്ഥം കുഞ്ഞുണ്ണി മാഷ് പറയാറുണ്ട്. പക്ഷെ അതല്ല, രാമൻ്റെ സഞ്ചാരപഥമാണ്, രാമൻ്റെ വീഥി, രാമവീഥി അല്ലെങ്കിൽ രാമൻ്റെ പഥം, അതാണ് രാമായണം. രാമൻ്റെ യാത്രാ പഥം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ധർമ്മമാണ്. ഏറ്റവും ധർമ്മിഷ്ഠനായിട്ട ആൾ, ധർമ്മത്തിന് വേണ്ടി ഏറ്റവും ത്യാഗം ചെയ്തിട്ടുള്ള ആൾ. കാരണം അച്ഛൻ, അമ്മ ഇവരെയൊക്കെ പെട്ടെന്ന് ത്യാഗം ചെയ്തിട്ട് പോകേണ്ടി വന്നു. പിന്നീട് മക്കളെ, സഹോദരങ്ങളെ, എല്ലാം, ഭാര്യയെ ഒക്കെ ഓരോ കാരണം കൊണ്ട് ധർമ്മത്തിൻ്റെ ആ യാത്ര പൂർത്തിയാക്കാൻ വേണ്ടി അദ്ദേഹം ഉപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും അതിലും ധർമ്മം കാണിച്ചിട്ടുണ്ട്. സീതയെ ഉപേക്ഷിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ അശ്വമേധയാഗത്തിന് ഒരിക്കലും വേറൊരു ഭാര്യയെ കൊണ്ടുവന്ന് വെച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സീതാമ്മയുടെ കാഞ്ചന രൂപം വെച്ചിട്ടാണ് അദ്ദേഹം യാഗം ചെയ്തത്. സാധാരണ രാജാക്കന്മാരുടെ രീതി എന്ന് പറഞ്ഞാൽ, ഇപ്പം ശ്രീരാമദേവൻ്റെ അച്ഛന് 3 പത്നിമാരുണ്ട്. ഇദ്ദേഹത്തിന് ഒരു ഭാര്യ, യാഗത്തിന് വേണ്ടി ഒരു ഭാര്യയെ ഉണ്ടാക്കിയാലും ആരും കുറ്റമൊന്നും പറയില്ല. പക്ഷേ ധർമ്മം കൊണ്ട് സീതയെ ഉപേക്ഷിച്ചെങ്കിലും മനസ്സിൽ നിന്ന് അവരെ ഉപേക്ഷിച്ചില്ല എന്ന് ലോകത്തിന് കാണിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ചെയ്തത്. അനുജന്മാർ ഭരതൻ, പിന്നെ ലക്ഷ്മണൻ, ശത്രുഘ്നൻ ഒക്കെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ഏട്ടനാണ് അദ്ദേഹം. രാമൻ എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ ജ്യേഷ്ഠനാണ്.
അങ്ങനെ സങ്കല്പിച്ചാൽ ഓക്കെയാണ്. അപ്പോൾ അതാണ് രാമായണത്തിൻ്റെ ലാവണ്യം എന്ന് പറയുന്നത് അതിൻ്റെ ധർമ്മനിഷ്ഠയാണ്. അതിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ത്യാഗരാജ സമ്മേളനമൊക്കെ പറഞ്ഞ പോലെ ലാവണ്യ രാമ എന്ന് കീർത്തനം എഴുതിയിട്ടുണ്ട് അദ്ദേഹം. രാമനെ പറ്റി ലാവണ്യത്തോട് ബന്ധപ്പെടാതെ ഒന്നും പറയാൻ പറ്റില്ല. അത്ര സുന്ദരനും ധർമ്മം കൊണ്ട് സുന്ദരനാണ്, ധർമ്മിഷ്ഠനായ സുന്ദരനാണ്. പിന്നെ ഞാൻ എൻ്റെ ഒരു പാട്ടിൽ ഉണ്ട്, എന്നെയും ഞാനായി ജ്വലിപ്പിച്ചുണർത്തിയ ഒരു അഗ്നിയെ പോലും അങ്ങ് അവിശ്വസിച്ചെങ്കിലും കോസല രാജകുമാര എന്നും ആ സങ്കല്പ പാദപത്മങ്ങളിൽ തലചായ്ച്ച് വെച്ചേ സീത ഉറങ്ങിയുള്ളൂ. സീതയുടെ ഭാഗത്ത് നിന്ന് ശരിയാണ്, ഒരിക്കലും സീതയ്ക്ക് അത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ആ സീതയെ പോലും ധർമ്മത്തിന് വേണ്ടി ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാലും അദ്ദേഹം മനസ്സൊന്നും ഉപേക്ഷിച്ചിട്ടില്ല. അതാണ് ധർമ്മം, അതാണ് രാമൻ. രാമൻ്റെ ലാവണ്യം എന്ന് പറയുന്നത് ഈ ധർമ്മനിഷ്ഠയാണ്. ആ സൗന്ദര്യമാണ് രാമൻ്റെ സൗന്ദര്യം. തപസ്യയുടെ ഈ ചർച്ച, ഈ പ്രസംഗവേദികൾ രാമായണത്തിൻ്റെ മനോഹാരിത മുഴുവൻ, ലാവണ്യം മുഴുവൻ പുറത്തെടുക്കട്ടെ. തീർച്ചയായിട്ടും കേൾവിക്കാർക്ക് രാമൻ്റെ സൗന്ദര്യം മുഴുവൻ കോരി കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള രസായനമായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. തപസ്യയ്ക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ, തപസ്യയാണ് ചെയ്യേണ്ടത്. നമസ്കാരം. കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ എന്ന് മലയാളിയെ ഓർമ്മിപ്പിച്ചത് സാക്ഷാൽ എടശ്ശേരി ഗോവിന്ദൻ നായർ. രാമായണം നമുക്ക് നൽകുന്ന മഹത്തായ സന്ദേശവും അതാണ്. ശൂന്യതയിൽ നിന്ന് ഉജ്ജ്വലമായ വിജയത്തിലേക്ക് കുതിച്ചുയർന്ന ഭാരതത്തിന്റെ ആധ്യാത്മിക വ്യക്തിത്വം ധർമ്മസ്വരൂപനായ ശ്രീരാമചന്ദ്രൻ. ആ ശ്രീരാമചന്ദ്രന്റെ ജീവിത ദർശനം പ്രായോഗികമായി ഉൾക്കൊണ്ട പ്രതിസന്ധികളിൽ നിന്ന് ജീവിത വിജയത്തിലേക്ക് നടന്നു കയറിയ ആദരണീയനായ വ്യക്തിയാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ കേരളീയ നവോത്ഥാനവും എഴുത്തച്ഛനും എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കും. സംസ്കൃത സർവകലാശാലയുടെ മുൻ വിസിയും PSC മുൻ ചെയർമാനും നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവും ആചാര്യ പദവി അലങ്കരിക്കുന്ന മഹാവ്യക്തിത്വവുമായ ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറിനെ ആദരവോടുകൂടി മുഖ്യപ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. തപസ്യ രാമായണ പ്രഭാഷണ പരമ്പര നടത്തുന്നു എന്നറിയുന്നതിൽ അത്യധികം സന്തോഷം. അതിൽ എന്നെ പങ്കെടുപ്പിച്ചതിന് അതിൻ്റെ ഭാരവാഹികളോട് ഞാൻ നന്ദി പറയുന്നു. രാമായണം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ രാമായണമേ ഉള്ളൂ. അത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുതിയ അധ്യാത്മ രാമായണം. അധ്യാത്മ രാമായണം പരിഭാഷയാണ് എന്നൊക്കെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടാറുണ്ട്. മലയാള ഭാഷയും സാഹിത്യവും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അത്തരം അഭിപ്രായങ്ങൾ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. രാമായണം വായിച്ചിട്ടുള്ള, രാമായണം എന്നല്ല രാമായണങ്ങൾ വായിച്ചിട്ടുള്ള, കാരണം രാമായണം ഒന്നല്ല പലതുണ്ട് എന്ന് വാൽമീകി പറഞ്ഞിട്ടുണ്ട്, എഴുത്തച്ഛനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു രാമായണം എന്നൊരു സങ്കല്പമല്ല, ഒന്നിലേറെ രാമായണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എല്ലാ രാമായണങ്ങളുടെയും അടിസ്ഥാന ഘടകത്തിന് കാര്യമായ മാറ്റമില്ലാതെയാണ് രാമകഥകൾ കാവ്യങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ആര് എഴുതിയ രാമായണ കാവ്യമായാലും രാമനും സീതയും രാവണനും ലക്ഷ്മണനും ഭരതനും സുഗ്രീവനും വിഭീഷണനും കൈകേയിയും കൗസല്യയും സുമിത്രയും ഒക്കെ കഥാപാത്രങ്ങളായി കടന്നു വരികയും അവരൊക്കെ തമ്മിലുള്ള അടിസ്ഥാന ബന്ധത്തിനും ഒന്നും കാര്യമായ മാറ്റം ഇല്ലാതിരിക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ എന്തുകൊണ്ട് രാമായണ കഥകൾ പലതായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ രാമായണ കഥയെ വായിക്കുന്ന ഏതൊരാൾക്കും അവനവൻ്റെ രാമായണത്തെ സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്.
അഥവാ അവകാശവുമുണ്ട്. അത്തരം രാമായണങ്ങൾ ഇന്ത്യയിലെന്നല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. രാമായണ കഥ എവിടെയെല്ലാം കടന്നു ചെന്നിട്ടുണ്ടോ അവിടെയൊക്കെ അവരുടെ എല്ലാം ജീവിതത്തിൽ മതവ്യത്യാസത്തിന് അതീതമായി രാമായണം സ്വാധീനം ചെലുത്താറുണ്ട്. സുകർണനാണ് സുകാർണോ ആയി അറിയപ്പെടുന്നത്. ശരിക്കും പേര് സുകർണൻ എന്നാണ്. സുകർണൻ എന്നൊക്കെ പറയുന്നത് രാമായണവുമായി ബന്ധപ്പെട്ട് വരുന്ന പേരുകളാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയാനല്ല ആഗ്രഹിക്കുന്നത്. ഞാൻ ആനുഷംഗികമായി അത് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ എഴുത്തച്ഛൻ എഴുതിയ രാമായണം അതാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളിയുടെ രാമായണം. അതിൽ രാമകഥയിൽ വാൽമീകി പറയുന്ന രാമകഥയിൽ നിന്നൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാവരും പറയുമ്പോഴും കഥയിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുക സ്വാഭാവികമാണ്. ഓരോ രാമായണകാരനും രാമായണം എഴുതുമ്പോൾ കാവ്യ ലക്ഷ്യത്തിനനുസരിച്ചാണ് അത് ചെയ്യുക. വാൽമീകി രാമായണം എഴുതിയത് മര്യാദാ പുരുഷോത്തമനായ ഒരു രാമന് അവതരിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ സന്ദർഭങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ധർമ്മം പ്രവർത്തിക്കുന്നത് എന്ന് മാലോകര പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അത് എഴുതിയത്. അതിലൊരു വാക്ക് പോലും സത്യമല്ലാത്തതില്ല എന്ന് വാൽമീകി പറയുന്നുണ്ട്. അത് സത്യമാണെന്ന് വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എഴുത്തച്ഛൻ എന്തിനാണ് എഴുതിയത് എന്നുള്ളത്. എഴുത്തച്ഛൻ്റെ ലക്ഷ്യം അദ്വൈത വേദാന്ത സാരത്തെ രാമകഥയെ ഉപാധിയാക്കി മലയാളിക്ക് അവൻ്റെ ജീവിത താളത്തിൽ പകർന്നു കൊടുക്കുക എന്നതായിരുന്നു. വേദവും വേദാന്തവും രാമായണത്തിൻ്റെ ആധാരശ്രുതിയാണ്. വേദവും വേദാന്തവും വാൽമീകി രാമായണത്തിൻ്റെയും ആധാരശ്രുതിയാണ്. ആ വേദത്തെയും വേദാന്തത്തെയും എങ്ങനെ അവതരിപ്പിക്കണം എന്ന ചോദ്യത്തിന് വേദാന്ത വിദ്യയെ അതിൻ്റെ സാങ്കേതിക തികവോടുകൂടി രാമകഥയെ ഉപജീവിച്ച് അവതരിപ്പിക്കുക എന്നതാണ് എഴുത്തച്ഛൻ ലക്ഷ്യമാക്കുന്നത്. അന്ന് വേറെ ഏതെങ്കിലും ഒരു പ്രാദേശിക ഭാഷയിൽ ഇത്രയേറെ അദ്വൈത വേദാന്തത്തിന്റെ സാങ്കേതിക പദാവലികൾ അവതരിപ്പിച്ച ഒരു കാവ്യം രചിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. അദ്വൈത വേദാന്തം വിവക്ഷിക്കുന്നത് പോലെ ഓരോ സംജ്ഞയെയും എടുത്തുകൊണ്ട് ആ സംജ്ഞയുടെ വേദാന്തപരമായ അർത്ഥത്തിന് അല്പം പോലും മാറ്റം വരാതെ അതിനെ എല്ലാം നിർവചിച്ചുറപ്പിക്കുന്നൊരു രീതി എഴുത്തച്ഛനുണ്ട്. മായ എന്ന സംജ്ഞ വേദാന്തകൾ എല്ലാവരും എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മായ. ഇത്രയേറെ മനുഷ്യർ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു പദവി മായ പോലെ വേറെ ഇല്ല. മായ എന്ന് പറഞ്ഞാൽ മാജിക് ആണ് എന്നാണ് ആളുകൾ പൊതുവെ ധരിക്കാറുള്ള ഒരു കാര്യം. മായ മാജിക് അല്ല. എന്താ മായയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായയ്ക്ക് രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. രണ്ട് തരത്തിൽ അത് പ്രവർത്തിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്ന് യാഥാർത്ഥ്യത്തെ അത് മൂടി വെച്ചുകൊണ്ട് അയഥാർത്ഥമായ ഒന്നിനെ പ്രകാശിപ്പിക്കും. മങ്ങിയ നിലാവെളിച്ചത്തിൽ ഒരു കഷ്ണം കയറ് കാണുമ്പോൾ അതിനെ പാമ്പാണ് എന്ന് നമ്മൾ ധരിക്കും. തെറ്റിദ്ധരിക്കുകയല്ല, നമ്മൾ ധരിക്കുകയാണ്. എങ്ങനെയാണ് ധരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കണ്ടത് പാമ്പാണ്. കണ്ടത് പാമ്പായതുകൊണ്ട് അത് പാമ്പാണ് എന്ന് നമ്മൾ കരുതുന്നു. അപ്പൊ എന്താണ് അവിടെ സംഭവിച്ച കാഴ്ചയുടെ പ്രത്യേകത? യഥാർത്ഥത്തിൽ ഒരു കഷ്ണം കയറായിരിക്കെ ആ കയറ് എന്ന ഭാവത്തെ മാറ്റിവെച്ചുകൊണ്ട് അവിടെ ഇല്ലാത്ത പാമ്പിനെ കാണിച്ചു തരുന്നൊരു പ്രക്രിയയുണ്ട്. ഇതിനെയാണ് ആവരണമെന്നും വിക്ഷേപം എന്നും പറയുന്നത്. എഴുത്തച്ഛൻ മായയെക്കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ പറയുന്നത്, വിക്ഷേപം ആവരണം ഈ രണ്ട് ശക്തികൾ അതിങ്കേ നുദിച്ചറിയുക എന്നാ പറയുന്നത്. ആഭരണവും വിക്ഷേപണവും അതിൽ നിന്ന് ഉദിച്ചതാണ് എന്നാ പറയുന്നത്.
ഇനി വിദ്യ, ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് പറയുന്നത്. വിദ്യയെയും അവിദ്യയെയും, ഇത് ഉപനിഷത്തിലെ ഏറ്റവും സുപ്രധാനമായ രണ്ട് വാക്കുകളാണ്, രണ്ട് സംജ്ഞകളാണ്. അദ്വൈത വേദാന്ത സാരം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആരും ശ്രദ്ധാപൂർവം, അദ്വൈത വേദാന്തം മാത്രമല്ല ദ്വൈത വേദാന്തമായാലും വിശിഷ്ടാദ്വൈത വേദാന്തമായാലും വേദാന്ത വിദ്യ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആരും വളരെ സസൂക്ഷ്മത്തിൽ വിശകലനം ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് വിദ്യ. ആ വിദ്യയെയും അവിദ്യയെയും എഴുത്തച്ഛൻ നിർവചിച്ചു വച്ചേക്കാണ്. അതിനെ എങ്ങനെ നിർവചിച്ചുകൊണ്ടാണ് എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതും വളരെ സവിശേഷതയാണ്. ഇതാണ് അതിൻ്റെ ഒരു അതിപ്പോ ഞാൻ പെട്ടെന്ന് മറന്നുപോയി ആ കവിതാഭാഗം. ആയത എന്നാണ്. സംസാരകാരിണി ആയത് അവിദ്യയും സംസാരനാശിനി ആയത് വിദ്യയും എന്നാണ്. അപ്പൊ സംസാരം എന്ന് പറയുന്നത് അതൊരു സാങ്കേതിക വാക്കാണ്. സംസാരം എന്നാൽ പ്രപഞ്ചം എന്നാണ് അർത്ഥം, ലോകം എന്നാണ് അർത്ഥം, മനുഷ്യജീവിതം എന്നാണ് അർത്ഥം, പ്രപഞ്ച ജീവിതം എന്നാണ് അർത്ഥം. സസ്യജീവിതം ഈ സംസാരത്തിന്റെ ഭാഗമാണ്. സംസാരത്തിന്റെ ഭാഗമല്ലാത്തതായി യാതൊന്നും ഈ പ്രപഞ്ചത്തിൽ അവശേഷിച്ചിട്ടില്ല. ആ സംസാരത്തിന്റെ കാരണമായി നിൽക്കുന്നത് അവിദ്യ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പ്രപഞ്ചം ഇതുപോലെ തന്നെ നിൽക്കുന്ന ഒന്നാണെന്നും അതിന് ഒരാധാരമില്ല എന്നും അത് അതിൻ്റെ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്നുമുള്ള പൊതുവിശ്വാസത്തെയാണ് ഈ സംസാരം എന്ന് പറയുന്നത്. ആ സംസാരം അങ്ങനെയാണ് നിൽക്കുന്നത് എന്നതിന് കാരണം അവിദ്യയാണ് എന്നും അത് നശിപ്പിക്കുന്നത് വിദ്യയാണ് എന്നുമാണ്. വിദ്യ വരുമ്പോൾ ഈ സംസാരത്തിന് ആധാരമുണ്ട് എന്നും ആ ആധാരം സത്യമാണ് എന്നും ആ സത്യത്തെ ബ്രഹ്മം എന്ന് പറയാമെന്നും ആ ബ്രഹ്മത്തെ ആധാരപ്പെടുത്തി നിലനിന്നുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചമാണിത് എന്നും അതുകൊണ്ട് ആത്യന്തിക സത്യം ആ ബ്രഹ്മമാണ് എന്നുമുള്ള വിശ്വാസത്തെയാണ് ഇവിടെ വിശദമാക്കുന്നത്. ഞാൻ ഈ രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞത് ഈ രണ്ട് വളരെ സാങ്കേതികമായ പദങ്ങൾ, ആ രണ്ട് സാങ്കേതികമായ പദങ്ങളെയും എടുത്തുകൊണ്ട് നിർവചിച്ചുറപ്പിക്കുകയാണ്. അങ്ങനെ അദ്വൈത വേദാന്തത്തിന്റെ സാങ്കേതിക പദങ്ങളെ ഉറപ്പിച്ചുകൊണ്ട് അദ്വൈത വേദാന്തം എന്ന് പറയുന്ന ആ ദർശനം ഒരു മനുഷ്യന്റെ ജീവിതത്തെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുമെന്നും ഏത് വിധമായിരിക്കും അത്തരം ഒരു ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ സ്വരൂപിക്കുന്ന ഒരുത്തൻ ജീവിക്കുക എന്നും എടുത്തു കാണിക്കുന്ന ഗ്രന്ഥമാണ് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം. അത് വാൽമീകി രാമായണത്തിൻ്റെയോ അല്ലെങ്കിൽ സംസ്കൃതത്തിലുള്ള അധ്യാത്മരാമായണത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും എഴുതിയ ഒരു രാമായണത്തിൻ്റെയോ തർജ്ജിമയേ അല്ല. മറിച്ച് രാമകഥയെ ഉപയുക്തമാക്കിക്കൊണ്ട് അദ്വൈത വേദാന്ത സാരത്തെ സാമാന്യ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി എഴുത്തച്ഛൻ നടത്തിയ മഹായത്നത്തിൻ്റെ ഫലമാണ് ഈ രാമായണം എന്ന് നമുക്ക് അത് ശ്രദ്ധാപൂർവം വായിച്ചാൽ മനസ്സിലാക്കും. രാമായണ കഥയെ ഉപജീവിച്ചുകൊണ്ട് തന്നെയാണ് ലോക ജീവിതത്തെക്കുറിച്ചും എഴുത്തച്ഛൻ പറയുന്നത്. അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഞാൻ പറഞ്ഞത് മലയാളിയുടെ ഹൃദയതാളത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഒരുപക്ഷെ എഴുത്തച്ഛൻ കാവ്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വൃത്തം, ഈ വൃത്തം എന്ന് പറഞ്ഞാല് പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളതുപോലെ അത് ഈണമല്ല, അത് സംഗീതമല്ല. വൃത്തം എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. ആ ഗണിതശാസ്ത്രം എന്ന് പറഞ്ഞാൽ മാത്രകളുടെ ഓരോ യൂണിറ്റാണ്. ആ മാത്രകളുടെ ഓരോ യൂണിറ്റിന്, ഓരോ ഏകകത്തെ എങ്ങനെയാണ് ഘടിപ്പിക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് രൂപപ്പെടുന്നതാണ് വൃത്തം.
ആ വൃത്തം അങ്ങനെ രൂപപ്പെട്ടു വരുമ്പോൾ അതിൽ താളമുണ്ടാകും, ഈണമുണ്ടാകും. പക്ഷെ ഈണവും താളവും വരുന്നതെല്ലാം വൃത്ത നിബദ്ധമാകണമെന്നില്ല. ഈണത്തിലും താളത്തിലും വൃത്തമുണ്ടെങ്കിലും ഈണവും താളവും എല്ലാം അതുപോലെ തന്നെ ഇത് വൃത്തമായി വരണമെന്നില്ല. അപ്പോൾ വൃത്തം ഒരു കാവ്യശാസ്ത്രപരമായ സംജ്ഞ എന്നതിനേക്കാൾ ഉപരി അത് ഗണിതശാസ്ത്രപരമായ ഒരു സംജ്ഞയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മത്തിൽ പഠിച്ചെടുക്കേണ്ട ഒന്നാണ്. പലർക്കും അത് പഠിച്ചെടുത്ത് അതിൻ്റെ മാത്രകളൊക്കെ എടുത്ത് ആ മാത്രകളുടെ നിയമപ്രകാരം എടുത്ത് ഓരോ മാത്രകൾ എങ്ങനെ വരുന്നു എന്നെടുത്ത് ആ മാത്രകളെ മുഴുവൻ ക്രമീകരിച്ചുകൊണ്ട് പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. പ്രയാസം വരുന്നവരുണ്ടാകും. അക്ഷരത്തിൽ നിന്നും മാത്രയിലേക്ക് ചുരുക്കുന്ന ഒരു രീതി ഉണ്ട് ഇതിനകത്ത്. ആ അക്ഷരമല്ല, ഒരക്ഷരത്തിൽ തന്നെ ചിലപ്പോൾ മാത്രകളുടെ എണ്ണം ചിലപ്പോൾ കൂടിയെന്നിരിക്കും. ആ മാത്രകളെ തന്നെ നമ്മൾ പലതായിട്ട് തിരിക്കേണ്ടി വരും. അപ്പോൾ ഒരക്ഷരമാണെങ്കിൽ ചിലപ്പോൾ മാത്ര 2 എണ്ണം വന്നെന്നിരിക്കും, 2ൽ കൂടുതൽ വന്നെന്നിരിക്കും. അപ്പൊ ഈ മാത്രകളെ ക്രമീകരിച്ചുകൊണ്ട് ഗണിതശാസ്ത്രപരമായ ഈ മാത്രാ ക്രമീകരണം നടത്തിക്കൊണ്ടാണ് എഴുത്തച്ഛൻ അദ്ദേഹത്തിന്റെ കിളിപ്പാട്ട് വൃത്തങ്ങൾ രചിച്ചിട്ടുള്ളത്. കിളിപ്പാട്ട് വൃത്തങ്ങൾ ഒരുപക്ഷെ എഴുത്തച്ഛന് മുൻപുണ്ടായിരിക്കാം എന്നുള്ളത് ശരിയായിരിക്കാം. എഴുത്തച്ഛനാകണമെന്നില്ല ആദ്യമായിട്ട് ഈ മലയാളത്തിൽ ഈ വാക്കുകൾ ഉപയോഗിച്ചതും, എഴുത്തച്ഛനാകണമെന്നില്ല കിളിപ്പാട്ട് വൃത്തങ്ങൾ ഉപയോഗിച്ചതും. എഴുത്തച്ഛന് മുൻപേ തന്നെ ഈ വാക്കുകളും ഈ വൃത്തങ്ങളും ഒക്കെ മലയാളത്തിൽ ഉണ്ടായിരുന്നിരിക്കാം എന്നുള്ള വാദഗതിയെ തള്ളാനും കഴിയുന്നതല്ല. അത് ശരിയോ തെറ്റോ ആകട്ടെ, അത് എൻ്റെ ഒരു പരിഗണനാ വിഷയമല്ല. ആര് എപ്പോൾ പറഞ്ഞു എന്നുള്ളത് പറയുന്ന കാര്യത്തിൻ്റെ പ്രാമുഖ്യം കൂടി പരിഗണിച്ച് മാത്രമേ അന്വേഷിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ പറയുന്ന കാര്യം പ്രമുഖമല്ല എന്നുണ്ടെങ്കിൽ ആരെ എപ്പോൾ എന്തു പറഞ്ഞു എന്നുള്ള കാര്യം അന്വേഷണ വിഷയം പോലും ആകണം എന്ന് ഞാൻ കരുതുന്നില്ല. എഴുത്തച്ഛൻ്റെ സവിശേഷത എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വൃത്തത്തിൽ ഇതാണ് ശരിക്കും മലയാളിയുടെ ഒരു മാത്രകളുണ്ട്. അവൻ്റെ നടപ്പിൻ്റെ മാത്ര, അവൻ്റെ ഹൃദയമിടിപ്പിൻ്റെ മാത്ര, അവൻ്റെ സഞ്ചാരത്തിൻ്റെ മാത്ര, അവൻ്റെ ശ്വസനക്രിയയുടെ മാത്ര. ഈ മാത്രയുമായിട്ടാണ് എഴുത്തച്ഛൻ തൻ്റെ വൃത്തങ്ങളെ നിബന്ധിച്ചിരിക്കുന്നത്. അതാണ് അതിൻ്റെ സവിശേഷത. അപ്പോൾ വാക്കുകളെ എടുത്തിട്ട് ആ വാക്കുകള് ഈ മാത്ര എന്ന് പറഞ്ഞ സങ്കല്പത്തെ മലയാളിയുടെ മാത്ര എന്ന സങ്കല്പവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ആ മാത്രകളുടെ അകലം എത്ര എന്നുള്ളതാണ് നോക്കുന്നത്. ആ മാത്രകളുടെ അകലം പലതരത്തിൽ മാറും. ഇപ്പൊ നമ്മൾ താളത്തെക്കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ ഇത് പറയുമ്പോൾ ഇത് ആദ്യ താളത്തെക്കുറിച്ച് 1 2 ഈ 1 എന്ന് പറയുന്നതിനും 2 എന്ന് പറയുന്നതിനും ഇടയിൽ വലിയൊരു ദൂരമുണ്ട്. ആ ദൂരത്തെ നമുക്ക് അനന്തമായ യൂണിറ്റുകളായിട്ട് മുറിക്കാൻ കഴിയും. ആ അനന്തമായ യൂണിറ്റുകളിൽ ആ 1 എന്ന ഇതിൽ നിന്നും 2 എന്നതിലേക്ക് എത്തുന്നതിനിടക്കുള്ള ദൂരം, ആ ദൂരത്തെ നമുക്ക് അനന്തമായ രീതിയിൽ മുറിച്ച് ഏകങ്ങളാക്കാൻ കഴിയും. അതിലെവിടെ തുടങ്ങണം എവിടെ അവസാനിക്കണം എന്നതാണ് വളരെ സുപ്രധാനമായ ഒരു ചോദ്യവും അതിനുള്ളൊരു ഉത്തരവുമുണ്ട്. ഈ എഴുത്തച്ഛൻ ഈ മാത്രകളെ ഇങ്ങനെ നിബന്ധിച്ചുകൊണ്ട് ഒരു മാത്രയിൽ തന്നെ അതിൻ്റെ തുടക്കത്തിനും ഒടുക്കത്തിനും ഇടയിലുള്ള ദൂരവും ഒരു മാത്രയിൽ നിന്ന് വേറൊരു മാത്രയിലേക്കുള്ള ദൂരവും എഴുത്തച്ഛൻ മലയാളിയുടെ ജീവിതവുമായി കോർത്തിണക്കിക്കൊണ്ട് അവൻ്റെ ഹൃദയതാളത്തിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ്റെ വൃത്തങ്ങളെല്ലാം നമ്മുടെ സ്വന്തം രീതിയായിട്ട് നമുക്ക് തോന്നുന്നത്. ഇപ്പം മലയാളത്തിൽ എഴുതപ്പെട്ട ഈ അധ്യാത്മരാമായണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആർക്ക് വേണമെങ്കിലും അത് വായിക്കാം എന്നുള്ളതാണ്. ആദ്യമായിട്ട് രാമായണം വാൽമീകി എഴുതിയതിന് ശേഷം അത് ആദ്യം വായിച്ച് കേൾക്കുന്നവരിൽ ഒരാൾ ശത്രുഘ്നനാണ്. ശത്രുഘ്നൻ മധുര നഗരം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള യാത്രയിൽ വാൽമീകിയുടെ ആശ്രമത്തിൽ ഉള്ള യാത്ര, മധുര നഗരം സ്ഥാപിച്ചു കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് വാൽമീകിയുടെ ആശ്രമത്തിൽ തങ്ങി. 12 വർഷത്തിന് ശേഷമാണ് വരുന്നത്. അപ്പോൾ അന്ന് ഈ കുട്ടികൾക്ക് 12 വയസ്സുണ്ട്. ഈ ശത്രുഘ്നൻ അങ്ങോട്ട് പോകുന്ന ദിവസം രാത്രിയാണ് ആശ്രമത്തിൽ രാമന്റെ ഭാര്യയായ സീത പ്രസവിച്ചത്. 12 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ കുട്ടികളാണ് ഈ കാവ്യം ആലപിക്കുന്നത്.
ആ കാവ്യ ആലാപനം കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഈ ശത്രുഘ്നന്റെ കണ്ണ് നിറഞ്ഞു കരഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. രാമായണത്തിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അത് വായിക്കുന്നവർക്ക് എല്ലാവർക്കും അവരുടെ കണ്ണ് നിറയുകയും അവർ കരയുകയും ചെയ്യുന്ന ഒരവസ്ഥ അതിനുണ്ട്. എഴുത്തച്ഛൻ ഇത് മലയാളിയുടെ താളത്തിലേക്ക് ആക്കിയപ്പോഴാണ് നമുക്ക് ആർക്ക് വേണമെങ്കിലും രാമായണം പാടാം, വായിക്കാം, പാരായണം ചെയ്യാം എന്ന ഒരവസ്ഥ വന്നത്. അങ്ങനെ പാടുന്ന ഒരാള് സംഗീതശാസ്ത്രം പഠിച്ച ഒരാളോ സംഗീതം അറിയുന്ന ഒരാളോ അല്ല, അല്ലാതെ തന്നെ നമുക്കത് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ. അപ്പോൾ എഴുത്തച്ഛൻ കാകളി ഉപയോഗിക്കുമ്പോൾ, എഴുത്തച്ഛൻ കളകാഞ്ചി ഉപയോഗിക്കുമ്പോൾ, എഴുത്തച്ഛൻ അന്നനട ഉപയോഗിക്കുമ്പോൾ, എഴുത്തച്ഛൻ കേക ഉപയോഗിക്കുമ്പോഴൊക്കെ ആ കേകയും കളകാഞ്ചിയും അന്നനടയും എല്ലാം മറ്റുള്ളവർ ഉപയോഗിക്കുന്നതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കാണുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും അത് തന്നെയാണ്. മാത്രവുമല്ല, ഈ അക്ഷരങ്ങൾ, മലയാള അക്ഷരങ്ങൾക്കുള്ള സൂക്ഷ്മമായ ഭാവങ്ങളെയൊക്കെ ആവിഷ്കരിക്കാൻ എഴുത്തച്ഛന് അസാമാന്യമായ കഴിവുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ സുന്ദരകാന്ഡത്തിൽ ഹനുമാൻ ലങ്കയിലേക്ക് ചാടി, ഹനുമാൻ ഒറ്റച്ചാട്ടത്തിന് ലങ്കയിലെത്തി. ആ ലങ്കയിലെത്തിയതിന് ശേഷം ലങ്കാ ഗോപുരം ഹനുമാൻ കാണുന്ന ഒരു രംഗമുണ്ട്. ആ ലങ്കാ ഗോപുരം കാണുന്ന സന്ദർഭത്തിൽ ചരമഗിരി ശിരസി രവിയും പ്രവേശിച്ചതു. അതിന് എന്തൊരു മനോഹരമാണ്, ഇങ്ങനെ കയറി കയറി പോകുന്നതായിട്ട് തോന്നും. ചരമഗിരി ശിരസി രവിയും പ്രവേശിച്ചതു ചാരുലങ്ക ഗോപുരാഗ്രേ കവീന്ദ്രനും. ആ ഒരു ദീർഘാക്ഷരം കൊണ്ട് ലങ്കാ നഗരത്തിലെ ഗോപുരത്തിന്റെ ഉയരം മുഴുവൻ അളന്ന് കാണിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള കൃത്യത ഈ ഒരു ദീർഘാക്ഷരത്തിന് ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന വിധത്തിലാണ് എഴുത്തച്ഛൻ അത് എഴുതുന്നത്. അപ്പൊ എഴുത്തച്ഛൻ ഇത് ഇങ്ങനെ എഴുതി ഓരോ കാര്യങ്ങളും, ഓരോ വൃത്തവും അത് മലയാളിയുടെ ഹൃദയത്തിന്റെ താളവുമായി ബന്ധിപ്പിച്ചത് കൊണ്ടാണ് നമുക്കത് എല്ലാ മലയാളികൾക്കും അത് വായിക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ഒരു രീതി അവലംബിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എഴുത്തച്ഛൻ ഉപയോഗിച്ചപ്പോൾ എല്ലാ വാക്കുകളും മലയാളമായി മാറുകയാണ് ചെയ്തത്. എഴുത്തച്ഛൻ ഉപയോഗിച്ച എല്ലാ വാക്കുകളും മലയാളമല്ല. ഇപ്പൊ രാമായണത്തിൽ തന്നെ രാവണന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് ഹനുമാൻ പറയുന്നത് കോസലേന്ദ്രസ്യ രാമസ്യ ദൂതസ്യ എന്നാണ്. ആ കോസലേന്ദ്രസ്യ രാമസ്യ ദൂതസ്യ എന്നുള്ളത് തനി സംസ്കൃതമാണ്. കോസലത്തിലെ കോസലേന്ദ്രനായ രാമന്റെ ദൂതനായ ഞാനെന്നാണ് പറയുന്നത്. അത് കോസലേന്ദ്രസ്യ രാമസ്യ ദൂതസ്യ എന്ന് എഴുത്തച്ഛൻ ഉപയോഗിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് മലയാളമാണ് എന്ന് അത് വായിച്ച എല്ലാ മലയാളികളും ധരിച്ചു. അതാണ് അതിന്റെ സവിശേഷത. അത് കഴിഞ്ഞിട്ട് അതേ എഴുത്തച്ഛൻ തന്നെയാണ് പുകൾ പെരിയ പുരുഷമണി രാമൻ തിരുവടി എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അത് തമിഴാണ് അതിന്റെ സ്വാധീനം. അപ്പൊ എഴുത്തച്ഛൻ തമിഴ് ഉപയോഗിച്ചപ്പോൾ അതും മലയാളമായി മാറി. എഴുത്തച്ഛൻ ഉപയോഗിച്ച എല്ലാ വാക്കുകളും മലയാളമായി മാറിക്കൊണ്ട് അതാണ് മലയാളിയുടെ ഭാഷാ രീതി എന്ന് അത് വായിച്ച മലയാളികൾ പറഞ്ഞു. അതിൽ ഭാഷയുടെ പിതൃത്വം എഴുത്തച്ഛൻ ചാർത്തി കൊടുത്തതല്ല. എഴുത്തച്ഛൻ അങ്ങനെ ഒരു ചാർത്ത് ആവശ്യവുമില്ല. പക്ഷേ എഴുത്തച്ഛൻ്റെ വാക്കുകൾ മുഴുവനും മലയാളമാണെന്ന് കരുതി എന്ന് വെച്ചു കഴിഞ്ഞാൽ മലയാളി ആദ്യമായി മലയാള ഭാഷയിൽ, അത് എഴുത്തച്ഛൻ എഴുതിയ മലയാള ഭാഷയിൽ ഒരു പൂർണ്ണ അനുഭവം മലയാള ഭാഷക്ക് ആവിഷ്കരിക്കാൻ കഴിയും എന്ന് മനുഷ്യർക്ക് ബോധ്യമാകുന്നത് എഴുത്തച്ഛൻ്റെ ആധ്യാത്മരാമായണം വായിക്കുമ്പോഴാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് വായിക്കുമ്പോൾ മലയാളി അനുഭവത്തിൻ്റെ പൂർണ്ണതയിലെത്താൻ ആ കാവ്യം മലയാളിയെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഏത് കാവ്യമാണോ ഒരു മനുഷ്യന് അനുഭവത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കുന്നത്, ആ കാവ്യമാണ് കാലത്തെ അതിജീവിച്ചുകൊണ്ട് നിലനിൽക്കുന്ന കാവ്യം. എഴുത്തച്ഛൻ്റെ രാമായണം ഇന്ന് കാലത്തെ അതിജീവിച്ചുകൊണ്ട് നിലനിൽക്കുന്നുണ്ട് എന്നത് ഒരു സത്യമാണ്. ഇന്നും മലയാളത്തിലെ ഏറ്റവും നല്ല ബെസ്റ്റ്സെല്ലർ എന്ന് പറയുന്നത് എഴുത്തച്ഛൻ്റെ രാമായണം തന്നെയാണ്. എന്നും എല്ലാ കൊല്ലവും ഇത്രയേറെ കൃത്യമായി ഏതാണ്ട് ഒരു കൊല്ലം 1,00,000-ഓളം കോപ്പി ഉറപ്പായിട്ടും വിറ്റുപോകുന്ന, എത്രയോ കൊല്ലങ്ങളായിട്ട് വിറ്റുപോകുന്ന
വേറെ ഞാനിത് വളരെ ചുരുങ്ങിയ കണക്കെടുത്തതാണ്, ഈ 1,00,000 കോപ്പി എന്നുള്ളത്. അതിൽ കൂടുതലാണ് പലരും. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും കോപ്പി വിറ്റുപോകുന്ന ഒരു പുസ്തകവും വേറെ ഉണ്ട് എന്ന് തോന്നുന്നില്ല. അത്രയേറെയുള്ള മനുഷ്യരുടെ, മലയാളിയുടെ ജീവിതവുമായി, മനസ്സുമായി, സംസ്കാരവുമായി ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത് എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണമാണ്. ആ രാമായണത്തെയാണ് ഇന്നിപ്പോൾ ജനങ്ങൾ വളരെ ജനകീയമായ രീതിയിൽ അതിനെ ആഘോഷിക്കുകയും പറയുകയും ചെയ്യുന്നത്. ഇത് എൻ്റെ ചെറുപ്പത്തിലൊന്നും ഇങ്ങനെ, എൻ്റെ ചെറുപ്പത്തിൽ വീടുകളിലെ ആളുകൾ രാമായണം വായിച്ചിരുന്നു എന്നല്ലാതെ, ഞാനൊക്കെ വളരെ ചെറിയ കാലം തുടങ്ങി രാമായണം വായിക്കുന്നത് കേട്ടിട്ടുണ്ട്, പിന്നെ വായിച്ചിട്ടുണ്ട്, പിന്നെ വായിച്ചു തുടങ്ങിയിട്ടുണ്ട്, പിന്നെ നിരന്തരമായി വായിച്ചിട്ടുണ്ട്. അങ്ങനെ നിരന്തരമായി വായിക്കുന്ന ഒരു പുസ്തകമായി രാമായണം മാറുന്നതിൻ്റെയും ഒരു കാരണം ഈ അനുഭവത്തിൻ്റെ പൂർണ്ണത അതിൽ വായിക്കുന്നവർക്ക് കാണാൻ കഴിയുന്നു എന്നതാണ്. രാമായണത്തിൽ പറയുന്ന രാമൻ്റെയും സീതയുടെയും രാവണൻ്റെയും ലക്ഷ്മണൻ്റെയും ദശരഥൻ്റെയും കൈകേയിയുടെയും എല്ലാം കഥകൾ എൻ്റെ തന്നെ കഥകളാണ് എന്ന് മലയാളികൾ വിശ്വസിക്കുന്നു എന്നതാണ് പ്രത്യേകത. ഇന്നും എല്ലാ രംഗത്തു നിന്നും വ്യത്യസ്തമായിട്ട് മലയാളിക്ക് മരണം അവൻ്റെ ജീവിതത്തെ കടന്നാക്രമിക്കുന്ന സന്ദർഭത്തിൽ ആശ്രയിക്കാവുന്ന ഒരു ഗ്രന്ഥമായി രാമായണം മാറിയിരിക്കുന്നു. വേറെ ലോകത്തെവിടെയെങ്കിലും ആരുടെയെങ്കിലും കവിത മരണം വരുന്ന സന്ദർഭത്തിൽ മറ്റാരും സഹായത്തിനില്ലാതെ ജീവിതത്തിൽ താൻ ഒറ്റപ്പെട്ട് കഠിന ദുഃഖം മനസ്സിലും ശരീരത്തിലുമെല്ലാം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ ദുഃഖം അകറ്റുന്നതിനുള്ള കാവ്യമായി രാമായണം മാറി എന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാനുഗ്രഹമാണ്. ആ ഒരു കാര്യം മാത്രമാണ് എനിക്ക് നിങ്ങളോട് ഈ രാമായണ മാസത്തിൽ പറയാനുള്ളത്. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് യുവനിരൂപകരിൽ ഏറെ ശ്രദ്ധേയനായ, നിരവധി ഗ്രന്ഥങ്ങളിലൂടെ ഇതിനകം തന്നെ നല്ല വായനക്കാരുടെ സഭയിൽ സുപ്രതിഷ്ഠിതനായ ഡോക്ടർ പി ശിവപ്രസാദ്. അദ്ദേഹം ആനുകാലിക സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ എഴുത്തച്ഛനും കേരളീയ നവോത്ഥാനവും എന്ന വിഷയത്തിൽ ആലോചനാമൃതങ്ങളായ ആശയങ്ങൾ അവതരിപ്പിക്കുന്നു. സ്നേഹത്തോടെ ഡോക്ടർ പി ശിവപ്രസാദിനെ സ്വാഗതം ചെയ്യും. എല്ലാവർക്കും എൻ്റെ സാദര നമസ്കാരം. ഭാരതത്തിന്റെ ആത്മീയമായ സംസ്കൃതിയെ കേരളീയമായ പശ്ചാത്തലത്തിൽ ഏറ്റവും സമർത്ഥമായി സന്നിവേശിപ്പിച്ച മലയാളത്തിന്റെ മഹാഗുരുവായിരുന്നു തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ എന്ന നാമം കേൾക്കുമ്പോൾ ഓരോ മലയാളിയുടെയും മനസ്സിലുണ്ടാവുന്ന ബഹുമാനത്തിന്റെയും ആദരവിന്റെയും ഭക്തിയുടെയും സമ്മിശ്രമായ വികാരങ്ങൾ നമുക്ക് ഊഹിക്കുവാൻ കഴിയും. എഴുത്തച്ഛൻ എന്ന മഹാകവി ഇല്ലായിരുന്നുവെങ്കിൽ കേരളീയ സംസ്കാരം എന്ന് നമ്മൾ അഭിമാനത്തോടുകൂടി പറയുന്ന ആ സാംസ്കാരികമായിട്ടുള്ള ഭൂമിക ഉണ്ടാവുമായിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം ഭാരതത്തോളം വലുതാകുവാൻ കേരളത്തിന് സാധിച്ചത് എഴുത്തച്ഛൻ എന്ന മഹാകവിയിലൂടെയാണ് എന്ന് പിൽക്കാലത്ത് വൈലോപ്പള്ളി ശ്രീധരമേനോൻ എന്ന മറ്റൊരു മഹാകവി നമ്മോട് പറഞ്ഞത്. ശാരിക കൊഞ്ചിപ്പാടി പറന്നതെന്നോ തത്ര ചാരു കേരള ഭാഷ സ്വാതന്ത്ര്യക്കൊടിപാറി. ഭാരതത്തോളം വലുതായി കേരളം പൊതുഭാഷയാൽ വാർക്കപ്പെട്ടു ചിന്തയും സംസ്കാരവും. അതെ, കേരളം എന്ന കൊച്ചു പ്രദേശം ഭാരതം എന്ന വിശാലമായ രാഷ്ട്രഭൂമികയിലേക്ക് ആത്മീയമായും സാമൂഹികമായും സാഹിത്യപരമായും ഒക്കെ ലയിക്കുന്നത് എഴുത്തച്ഛന്റെ കൃതികളിലൂടെയാണ്. നമ്മുടെ ലോകത്തിന്റെ അലിഖിതമായ നിയമം നിർമ്മിച്ചിരിക്കുന്നത് മഹാകവികളാണ് എന്ന് പൊതുവെ പറയാറുണ്ട്. കവികൾ സഞ്ചരിച്ച വഴികളിലൂടെയാണ് പിൽക്കാല സമൂഹം സഞ്ചരിച്ചിട്ടുള്ളത്. ഭാരതം എന്ന മഹത്തായ ചിരപുരാതനമായ രാഷ്ട്രത്തെ സംബന്ധിച്ച് രണ്ട് ഇതിഹാസകാരന്മാരുടെ സാന്നിധ്യം നമുക്കൊരിക്കലും മറക്കുവാൻ കഴിയില്ല. വാൽമീകി മഹർഷിയും വേദവ്യാസനും മുന്നോട്ട് വെച്ച വഴികളിലൂടെയാണ് ഭാരതീയ സംസ്കൃതി കടന്നുപോയിട്ടുള്ളത്. വാൽമീകി രാമായണത്തെയും വ്യാസവിരചിതമായിട്ടുള്ള മഹാഭാരതത്തെയും പിന്തുടർന്നുകൊണ്ടാണ് ഭാരതത്തിന് തനതായൊരു സംസ്കാരം രൂപപ്പെടുത്തുവാൻ സാധിച്ചിട്ടുള്ളത്. ഇങ്ങനെ ലോകത്ത് എല്ലായിടത്തും യൂറോപ്യൻ സംസ്കാരത്തെ സംബന്ധിച്ച് ഹോമറും മിൽട്ടനും ഡാന്റെയും ഒക്കെ
മുന്നോട്ട് വെച്ച വഴികളിലൂടെയാണ് യൂറോപ്യൻ സംസ്കാരവും മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് ലോകത്തെ ഏത് നിയമനിർമ്മാണത്തിന്റെയും പിന്നിൽ, ഏത് സാമൂഹിക ക്രമത്തിന്റെയും പിന്നിൽ മഹാകവികളുടെ ഭാവനയും കൽപ്പനാശക്തിയും ഒക്കെയുണ്ട് എന്ന് പറയാറുള്ളത്. കേരളത്തെ സംബന്ധിച്ച് എഴുത്തച്ഛൻ എന്ന മഹാകവി മുന്നോട്ട് വെച്ച സാംസ്കാരികമായിട്ടുള്ള ക്രമത്തെ, സാമൂഹികമായിട്ടുള്ള ക്രമത്തെ പിൽക്കാലത്തെ കേരളീയ സമൂഹം വിടാതെ പിന്തുടർന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അത് സാഹിത്യമായ തലത്തിൽ മാത്രമല്ല, സാംസ്കാരികമായിട്ടും സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടും എഴുത്തച്ഛന്റെ കാലടിപ്പാടുകൾ പിന്തുടർന്നവരാണ് കേരളീയ സമൂഹം. ഭാരതത്തിന്റെ സാംസ്കാരികമായ ഏകോപനത്തിന് ഭക്തിപ്രസ്ഥാനം വഹിച്ച പങ്ക് ചെറുതല്ല. വാൽമീകി വിരചിതമായ രാമായണത്തിന്റെയും വ്യാസവിരചിതമായിട്ടുള്ള മഹാഭാരതത്തിന്റെയും പരിഭാഷകളും വ്യാഖ്യാനങ്ങളും പുനരാഖ്യാനങ്ങളും കൊണ്ട് ഭക്തിപ്രസ്ഥാനം ഭാരതത്തെ ഒറ്റക്കെട്ടായി സാംസ്കാരികമായും സാമൂഹികമായും നിലനിർത്തി. അതിൽ ഹിന്ദി ഭാഷയിൽ തുളസീദാസ മഹാകവിയും, ഗുജറാത്തിൽ പ്രേമാനന്ദ സ്വാമിയും, തെലുഗുവിൽ ഘോണഗുപ്ത റെഡ്ഡിയും, ആസാമിൽ മാധവ കന്താളിയും, ബംഗാളിയിൽ കൃത്യവാസി കവിയും, കൊങ്കണിയിൽ കൃഷ്ണദാസ ഷാമയും, മറാഠിയിൽ സാന്ത് ഏകനാഥ് കവിയും, ഒഡിയയിൽ സാരലാദാസ് കവിയും, കന്നഡയിൽ നാഗചന്ദ്ര മഹാകവിയും, തമിഴിൽ കമ്പരും, മലയാളത്തിൽ ശ്രീരാമനും ഒക്കെ തന്നെ ഭക്തിപ്രസ്ഥാനത്തിന്റെ വക്താക്കളായി ഭാരതത്തിൽ മുഴുവനും നിറഞ്ഞു നിന്നു. ഭക്തിപ്രസ്ഥാനത്തിന്റെ ഈ ഒരു അലയൊലി കേരളത്തിലും സമാനമായിട്ടുള്ള ഭക്തിയുടെ അന്തരീക്ഷവും സാഹിത്യമായിട്ടുള്ള അന്തരീക്ഷവും സൃഷ്ടിച്ചു. ശ്രീരാമന്റെ രാമചരിതത്തിനു ശേഷം മലയാളത്തിൽ എഴുത്തച്ഛന്റെ കൃതികൾ വരെ ഒട്ടനവധി സാഹിത്യ കൃതികൾ ഭക്തിപ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഉണ്ടായി. ശ്രീരാമകവിയുടെ രാമചരിതം മുതൽ കണ്ണശക്കവികളുടെ കൃതികളും ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയും അയ്യനപ്പള്ളി ആശാന്റെ രാമകഥാപ്പാട്ടും ഒക്കെ തന്നെ ഭക്തിപ്രസ്ഥാനത്തിലെ ഏറ്റവും ഈടുറ്റ രചനകളായി മലയാളത്തിലുണ്ട്. എന്നാൽ ഈ കൃതികൾക്കൊന്നും ലഭിക്കാത്ത പ്രാധാന്യം എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിനും മഹാഭാരതം കിളിപ്പാട്ടിനും കേരളീയ സമൂഹം കൽപ്പിച്ചു നൽകിയിട്ടുണ്ട്. ഇതിന്റെ കാരണം എന്താണ് എന്ന ചോദ്യത്തിന് അനേകം ഉത്തരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മലയാള ഭാഷയുടെയും മലയാള സാഹിത്യത്തിന്റെയും കേരളീയ സംസ്കാരത്തിന്റെയും ഒക്കെ പിതാവായി എഴുത്തച്ഛനെ മലയാളി കാണുവാൻ ശ്രമിച്ചു. ഒരു കവിക്ക് ഒരു സമൂഹം കൽപ്പിച്ചു നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ആദരവ് എന്ന് പറയുന്നത് ആ കവിയുടെ കൃതി നിത്യപാരായണത്തിന് വേണ്ടി തലമുറകളോളം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അങ്ങനെയൊരു ഭാഗ്യം ലഭിച്ച ഒരു കവി കേരളത്തിൽ എഴുത്തച്ഛൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എഴുത്തച്ഛന്റെ കൃതികളിലെ ഭാഷയും താളവും ഉള്ളടക്കവും ഒക്കെ തന്നെ എഴുത്തച്ഛന് മുമ്പുള്ള കൃതികളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ഒരു കവി എന്നുള്ള നിലയിലും ഒരു ആചാര്യൻ എന്നുള്ള നിലയിലും ഒരു മഹാപണ്ഡിതൻ എന്നുള്ള നിലയിലും കേരളീയ സമൂഹം അറിഞ്ഞ് ആദരിച്ച കവിയാണ് മഹാകവി എഴുത്തച്ഛൻ. അതുകൊണ്ടാണ് ഡോക്ടർ ചേരനാട്ട് അച്യുതമേനോൻ തന്റെ എഴുത്തച്ഛനും കാലവും എന്ന വിഖ്യാതമായ കൃതിയിൽ ഇങ്ങനെ പറയുന്നത്: അനേകം നക്ഷത്രങ്ങൾ ഉദിച്ചു അസ്തമിച്ചു, എന്നാൽ എഴുത്തച്ഛൻ എന്ന സൂര്യൻ മാത്രം എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. അതെ, മലയാളത്തിന്റെ അസ്തമിക്കാത്ത സൂര്യനായി എഴുത്തച്ഛൻ മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എഴുത്തച്ഛന്റെ കവിതയെക്കുറിച്ചും ആ കവിതയിലെ കാവ്യഭംഗിയെക്കുറിച്ചും ഒട്ടനവധി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഒട്ടനവധി ലേഖനങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ഒട്ടനവധി പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എഴുത്തച്ഛന്റെ കാലഘട്ടത്തിന്റെ പ്രത്യേകതയും എഴുത്തച്ഛൻ എന്ന മഹാകവിയുടെ സാന്നിധ്യവും വളരെ വിശദമായ ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട്. കേരളീയ സാമൂഹിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലാണ് എഴുത്തച്ഛൻ ജനിക്കുന്നത്. കേരളീയ സാമൂഹിക ചരിത്രത്തിൽ 16-ാം നൂറ്റാണ്ടിന് പ്രത്യേകമായ ഒരു സ്ഥാനമുണ്ട്. ഒരു ഭാഗത്ത് ഡച്ചുകാർ, മറുഭാഗത്ത് പോർച്ചുഗീസുകാർ, ഇതിനിടയിൽ അറബികളും തമ്മിൽ തല്ലുന്ന നാട്ടുരാജ്യങ്ങളും. ഇതായിരുന്നു 16-ാം നൂറ്റാണ്ടിലെ കേരളീയ സാമൂഹിക അന്തരീക്ഷം. ഈ ഒരു സാമൂഹികമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഭക്തിയിലൂടെ ജനങ്ങളെ ആത്മീയമായി പുനരുദ്ധരിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അത് സധൈര്യം ഏറ്റെടുത്ത ഒരു മഹാകവിയായിരുന്നു എഴുത്തച്ഛൻ. മലയാളിക്ക്
എന്നോ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആത്മീയമായിട്ടുള്ള സാംസ്കാരിക ജീവിതത്തെ തന്റെ കൃതികളിലൂടെ തിരിച്ചു പിടിക്കുവാനുള്ള ശ്രമം എന്നുള്ള നിലയിലാണ് അദ്ദേഹം രാമായണത്തെയും മഹാഭാരതത്തെയും സമീപിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സമകാലിക പ്രശ്നങ്ങളൊന്നും തന്നെ തന്റെ കവിതയിൽ കൊണ്ടുവന്നിട്ടില്ല. സ്വന്തമായൊരു കഥാപാത്രമോ സ്വകീയമായ ഒരു സന്ദർഭം പോലുമോ സൃഷ്ടിക്കാതെ അദ്ദേഹം മലയാളിയുടെ മഹാ ആചാര്യനായി മാറി, മഹാകവിയായി മാറി. അതേസമയം ഇക്കാരണം കൊണ്ട് തന്നെ എഴുത്തച്ഛനെ വിമർശന വിധേയമാക്കിയവരുമുണ്ട്. എഴുത്തച്ഛന്റെ കൃതികളിൽ സമകാലിക പ്രശ്നങ്ങൾ കടന്നു വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം സമകാലികമായിട്ടുള്ള സംഘർഷാത്മകമായ സമൂഹത്തെ അഭിസംബോധന ചെയ്തില്ല എന്നൊരു ആരോപണം പിൽക്കാലത്ത് ഡോക്ടർ VC ശ്രീജൻ ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എഴുത്തച്ഛൻ ഭക്തിമാർഗത്തിലൂടെ ജനങ്ങളെ നിഷ്ക്രിയരാക്കുകയായിരുന്നു ചെയ്തത് എന്നുള്ളതാണ്. ഇതിന് വാസ്തവം എന്താണ്? സംഘർഷത്തെ കായികമായി ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് എഴുത്തച്ഛന്റെ വഴിയല്ലായിരുന്നു. പകരം ആത്മീയമായ ഉണർവിലൂടെ ഒരു ജനതയെ പുനരുദ്ധരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം എന്നുള്ള നിലയിലാണ് അദ്ദേഹം സാഹിത്യ പ്രവർത്തനത്തെ കണ്ടത് തന്നെ. അതുകൊണ്ട് തന്നെ ഭൗതികമായിട്ടുള്ള പ്രതിരോധത്തെയും ആത്മീയമായിട്ടുള്ള പ്രതിരോധത്തെയും രണ്ടായി കണ്ടാൽ മാത്രമേ എഴുത്തച്ഛന്റെ കൃതികളിലെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. കേരളീയ സമൂഹം പിൽക്കാലത്ത് ഏതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ തുണയായിട്ടുള്ളത് എഴുത്തച്ഛന്റെ കൃതികളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും പുതിയ കാലഘട്ടത്തിൽ ഭാരതീയമായിട്ടുള്ള ധാർമ്മിക വ്യവസ്ഥ നിരന്തരം ചോദ്യം ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിൽ കേരളീയ സമൂഹത്തിന്, ഭാരതീയ സമൂഹത്തിന് എഴുത്തച്ഛന്റെ കൃതികളാണ് അവലംബം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ എഴുത്തച്ഛന്റെ കൃതികളെക്കുറിച്ച്, എഴുത്തച്ഛന്റെ ഭക്തിയെക്കുറിച്ച്, എഴുത്തച്ഛന്റെ കൃതികളിലെ ഉള്ളടക്കത്തെക്കുറിച്ച് നിരന്തരമായിട്ടുള്ള സംവാദവും പാരായണവും നടക്കുക എന്നുള്ളത് ഭാരതത്തിന്റെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള സമകാലികാവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് നാം തിരിച്ചറിയേണ്ടതുണ്ട്. എഴുത്തച്ഛനെ കുറിച്ചിട്ടുള്ള ഏത് ചർച്ചയും അക്കാര്യത്തിൽ നമ്മുടെ സംസ്കാരത്തെ തിരിച്ചുപിടിക്കുവാനുള്ള, നമ്മുടെ ധാർമ്മികമായിട്ടുള്ള സംസ്കാരത്തെ തിരിച്ചുപിടിക്കുവാനുള്ള ഒരു മാർഗമായിട്ട് കാണേണ്ടതുണ്ട്. ഭാരതീയ സമൂഹം ഛിന്ന ഭിന്നമായി വിഘടിച്ചു നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എഴുത്തച്ഛൻ വലിയൊരു പ്രശ്നമായിട്ട് തോന്നാം. എന്നാൽ ഭാരതത്തെ അഖണ്ഡമായി നിർത്തുവാൻ വേണ്ടി, നമ്മുടെ സംസ്കാരത്തെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്ന ഏവർക്കും എഴുത്തച്ഛൻ ഒരു കെടാവിളക്കായിട്ട് മാറും എന്ന് തന്നെയാണ് സത്യം. ഏതൊരു കാലഘട്ടത്തിലെയും ജനങ്ങളുടെ ഭൗതിക വിഷയം എന്നുള്ളത് ധർമ്മത്തെയും അധർമ്മത്തെയും കുറിച്ചിട്ടുള്ള ചിന്തയാണ്. ധർമാധർമ്മങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിൽ ധർമ്മത്തെ എങ്ങനെ മനസ്സിലാക്കണം എന്ന് കൃത്യമായും എഴുത്തച്ഛന്റെ കൃതികൾ നമ്മോട് പറഞ്ഞിരുന്നുണ്ട്. കല്യാണമാർഗ കർമ്മങ്ങൾ ധർമ്മങ്ങൾ, മറ്റല്ലാത്തതെല്ലാം അധർമ്മമെന്നോർക്ക് നീ എന്ന് പറയുമ്പോൾ എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം എന്ന് വളരെ വ്യക്തമാണ്. എഴുത്തച്ഛന്റെ കൃതികളിൽ കാണപ്പെടുന്ന ലോകോക്തികൾ, എഴുത്തച്ഛന്റെ കൃതികളിൽ കാണുന്ന തത്വചിന്താപരമായിട്ടുള്ള പ്രയോഗങ്ങൾ, എഴുത്തച്ഛന്റെ കൃതികളിൽ കാണുന്ന ധാർമ്മികമായിട്ടുള്ള ഉദ്ബോധനങ്ങൾ ഒക്കെ തന്നെ കേരളീയ സമൂഹത്തിന് ഇതുവരെ താങ്ങായിട്ട് മാറിയിട്ടുണ്ട്. ഇനിയും അതുപോലെ എഴുത്തച്ഛന്റെ പ്രബോധനങ്ങളെല്ലാം കേരളീയ സമൂഹത്തിന് വഴികാട്ടിയായിട്ട് മാറും എന്ന് തന്നെയാണ് കൃത്യമായിട്ടും പറയാൻ കഴിയുന്നത്. സത്യധർമാദികളിൽ വെടിഞ്ഞിടുന്ന പുരുഷനെ ബുദ്ധനാം സർപ്പത്തേക്കാൾ ഏറ്റവും ഭയക്കണം എന്ന് പറയുമ്പോഴും താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന് പറയുമ്പോഴും കോപമാകുന്നതോ വിത്തെന്നറിയണം പാപമാകുന്ന മാമരത്തിനിടോ എന്ന് പറയുമ്പോഴും വഹ്നി സംതപ്ത ലോഹസ്താംബ് ബിന്ദുനാം സന്നിപം മർത്യജന്മം ക്ഷണഭങ്കുരം എന്ന് പറയുമ്പോഴും വത്സസൗമിത്രേ കുമാരൻ നീ കേൾക്കണം മത്സരാദ്യങ്ങൾ വെടിഞ്ഞെന്നുടെ വാക്കുകൾ എന്ന് പറയുമ്പോഴും ഒക്കെ തന്നെ എഴുത്തച്ഛന്റെ ലോകോക്തികളാണ്, എഴുത്തച്ഛന്റെ ഉദ്ബോധനങ്ങളാണ് കേരളീയ സമൂഹത്തിന് ഇന്നേ വരെ വഴികാട്ടിയായിട്ടുള്ളത്. ഇനി ഭാവിയിലും അങ്ങനെ തന്നെ. എഴുത്തച്ഛനും കേരളീയ നവോത്ഥാനവും എന്ന വിഷയത്തിൽ അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് കനപ്പെട്ട നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവ്, കേരളീയ നവോത്ഥാനത്തിന്റെ പ്രധാന സ്രോതസ്സായ അയ്യങ്കാളിയുടെ ജീവിതകഥ ജീവചരിത്ര രൂപത്തിൽ അവതരിപ്പിച്ച് ശ്രദ്ധേയനായ ഏറ്റവും പ്രിയപ്പെട്ട പണ്ഡിതൻ കൂടിയായ ശ്രീ AR മോഹനകൃഷ്ണൻജിയാണ്. അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. ആരാധനായ അധ്യക്ഷൻ, ഉദ്ഘാടകൻ, സംപൂജ്യരായ ഗുരുജനങ്ങൾ, ഏവർക്കും നമസ്കാരം.
സകലവിധ നന്മകളോടും കൂടി കേരള സംസ്കാരത്തെ സൃഷ്ടിച്ചത് തുഞ്ചത്ത് ആചാര്യനാണ് എന്ന് നിസ്സംശയം നാം പറയുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം എഴുത്തച്ഛൻ ജീവിച്ചിരുന്ന 16-ാം നൂറ്റാണ്ടിലെ കേരളീയ സമൂഹം ഭൗതികവും ആത്മീയവുമായ ഒട്ടേറെ സന്ദേഹങ്ങളാലും സംഘർഷങ്ങളാലും അത്യന്തം സങ്കീർണമായിരുന്നുവെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. അന്ന് സമൂഹത്തിലെ ബഹുഭൂരിപക്ഷവും ജാതിയുടെ പേരിലുള്ള പതിത്വം നിമിത്തം മുഖ്യധാരയിൽ നിന്ന് അകറ്റപ്പെട്ടവരായിരുന്നു. അതുപോലുള്ള ഒരു സമുദായത്തിലാണ്, മുഴുവനായി അകറ്റപ്പെട്ടതല്ലെങ്കിൽ ഭാഗികമായി അകറ്റപ്പെട്ട ഒരു സമുദായത്തിൽ തന്നെയാണ് എഴുത്തച്ഛൻ ജനിച്ചു വളർന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയാണോ താൻ എന്നുള്ള ഒരു സന്ദേഹം നിലനിന്നിരുന്നു എന്നാണ് രാമായണത്തിന്റെ ആദ്യ ഭാഗത്ത് കാണുന്നത്. അത് മനസ്സിലുള്ള സന്ദേഹമായിരിക്കില്ല, മറിച്ച് സമൂഹത്തിലുള്ള സന്ദേഹത്തെ അദ്ദേഹം പ്രതിഫലിപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞതായിരിക്കാം. വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ലെന്നതോർത്തു ചേതസ് സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ എന്ന്. അദ്ദേഹം പരിവർത്തനത്തിന്റെ പതാകവാഹകനായി പ്രവർത്തിക്കുവാൻ തെരഞ്ഞെടുത്തത് സ്വയം ഉള്ള വാക്കുകളെയല്ല, സ്വന്തം വാക്കുകളെയല്ല, മറിച്ച് അദ്ദേഹം കഥാപാത്രമായി അവതരിപ്പിച്ച ശ്രീരാമചന്ദ്ര ഭഗവാനെ തന്നെയാണ്. ഭഗവാനെ കൊണ്ട് പരിവർത്തനം വരുത്തിക്കുവാൻ ശ്രമിച്ച അതുല്യനായ അനന്യനായ വ്യക്തിത്വമായിരുന്നു എഴുത്തച്ഛൻ. സാധാരണക്കാരിലും പണ്ഡിതരിലും പാമരിലും ഒരുപോലെ തന്നെ ഭഗവാൻ പറയുന്ന വാക്കുകൾക്കുണ്ടാകാവുന്ന സ്വാധീനം അദ്ദേഹം നോക്കിക്കണ്ടു. അതുകൊണ്ടാണ് ഇതേ സംശയം, വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ല താൻ എന്നുള്ള സംശയം പോലെ തന്നെ ഒരു സംശയം ശബരിയും ഉന്നയിക്കുന്ന സന്ദർഭത്തിൽ ജാതിയില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ഞാൻ, ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ഞാനതിനൊട്ടും അധികാരിണിയല്ലല്ലോ എന്ന് പറയുന്ന ശബരിയോട് ശ്രീരാമചന്ദ്രൻ പറയുന്നു, പുരുഷ സ്ത്രീ ജാതി നാമാക്രമാദികളല്ല കാരണം മമ ഭജനത്തിന് ജഗത്രയേ എന്ന് പറയും. പരിവർത്തനത്തിന് ചുക്കാൻ പിടിക്കാൻ ഭഗവാനെ തന്നെ അവതരിപ്പിച്ച പ്രത്യേകതയാണ് എഴുത്തച്ഛന്റെ പ്രഥമവും പ്രധാനവുമായ ഈ പ്രത്യേകതയാണ് നമ്മുടെ ശ്രദ്ധ പിടിച്ചിരിക്കുന്നത്. മണ്ണിലെ മാറാല മാറ്റാൻ മണ്ണിന്റെ നാഥനെ തന്നെ മലയാളികളുടെ മുന്നിൽ അവതരിപ്പിച്ചു എന്നതാണ് സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ട ഒരു ജനതയ്ക്ക് താങ്ങായി ലഭിച്ചത്. ആ ജനതയെ പരിവർത്തനത്തിന്റെ പാതയിൽ ഇറക്കാൻ ആ വാക്കുകൾക്ക് ശക്തി ഉണ്ടായി. അദ്ദേഹം വേറൊരു സന്ദർഭത്തിൽ പറയുന്നു, ഇതേ വാക്യം തന്നെ ശ്രീഹനുമാനെ കൊണ്ടും പറയിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാന കഥാപാത്രങ്ങളായ രാമനെ കൊണ്ടും ശ്രീഹനുമാനെ കൊണ്ടും പറയിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. മറ്റു പലരെ കൊണ്ടും കഥാപാത്രങ്ങളെ കൊണ്ട് പറയിക്കുന്ന ജാതീയതയ്ക്കെതിരായി, വർണ്ണാക്രമങ്ങൾക്കെതിരായി എല്ലാം പറയുന്നത് എഴുത്തച്ഛനല്ല, മറിച്ച് രാമചന്ദ്ര ഭഗവാനും ശ്രീഹനുമാനുമാണ്. വിഭീഷണൻ ലങ്ക ഉപേക്ഷിച്ച് രാമനെ അഭയം പ്രാപിക്കുന്ന സമയത്ത് വിഭീഷണനെ സ്വീകരിക്കുവാൻ മടിക്കുന്ന സുഗ്രീവനോട് ശ്രീഹനുമാൻ പറയുകയാണ്, ജാതി നാമാദികൾ കല്ല ഗുണഗണ ഭേദങ്ങളെന്നത്രേ ബുധന്മാരുടെ മതം എന്ന് പറയുന്നു. ഇത്തരത്തിൽ ജാതി നാമാക്രമാദികൾക്കല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് ജാതീയതയ്ക്കെതിരായി ഒരു സമരമുഖം വെട്ടിത്തുറക്കുവാൻ ഭഗവാനെ തന്നെ ഉപയോഗിച്ച എഴുത്തച്ഛന് സാധിച്ചു. ശ്രീഹനുമാനെ കൊണ്ട് ചെയ്യിപ്പിച്ചു.
ശബരിയെ കൊണ്ട് സമൂഹത്തിന്റെ സംശയം അവതരിപ്പിച്ചു. ആദ്യം സ്വയം തന്നെ ആ സംശയം അവതരിപ്പിച്ചു. അതിനുശേഷം ഭഗവാനെ കൊണ്ടും ശ്രീഹനുമാനെ കൊണ്ടും എല്ലാം ആ സംശയ നിവൃത്തി സമൂഹത്തിൽ വരുത്തിച്ചു. ഇതാണ് പരിവർത്തനത്തിന് വേണ്ടി അദ്ദേഹം ചെയ്തത്. ഇതാണ് നവോത്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖമുദ്രയായി മാറിയത്. അന്നത്തെ സമൂഹത്തിന് മുൻപിൽ യഥാർത്ഥത്തിൽ ഭഗവാനെ അവതരിപ്പിക്കുന്നതിലൂടെ അപ്രമാദിത്വം കൽപ്പിച്ചു കൊടുക്കുകയാണ്. ജാതീയത ഒരു വിഭക്താണെന്നുള്ളതിനുള്ള അപ്രമാദിത്വം കൽപ്പിക്കുകയാണ് എഴുത്തച്ഛൻ ചെയ്തത്. എഴുത്തച്ഛൻ സ്വയം പറഞ്ഞിരുന്നെങ്കിൽ, എഴുത്തച്ഛനായിട്ട് നേരിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇക്കാര്യം ചിലപ്പോൾ സമൂഹത്തിൽ സ്വീകാര്യമാകുമോ എന്നുള്ള സംശയം അന്നത്തെ സാമൂഹിക അന്തരീക്ഷം പരിശോധിച്ചാൽ, 16-ാം നൂറ്റാണ്ടിന്റെ അന്തരീക്ഷം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ജാതീയത പൊതുവാണിരുന്ന ആ ഘട്ടത്തിൽ അദ്ദേഹം അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു അവസരം ശ്രീരാമനിലൂടെ സ്വീകരിച്ചത്. സ്ത്രീ സമത്വത്തിന്റെ കാര്യത്തിലും സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും ഇതേപോലെ തന്നെ എഴുത്തച്ഛൻ തൂലിക ചലിപ്പിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെടുക്കാം. രാമായണത്തിൽ 2 പ്രാവശ്യം മാത്രം വ്യക്തമായി പ്രത്യക്ഷപ്പെടുന്ന ഒരു കഥാപാത്രമാണ് ദശരഥ പത്നിമാരിൽ ഏറ്റവും ഇളയവളായ സുമിത്രാദേവി. ആദ്യത്തെ സംഭവം പായസം സ്വീകരിക്കാനാണെങ്കിൽ, രണ്ടാമത്തെ സംഭവം ലക്ഷ്മണ ഉപദേശത്തിന് വേണ്ടിയാണ്. ലക്ഷ്മണനോട്, വനയാത്രയ്ക്ക് മുതിരുന്ന ലക്ഷ്മണനോട് സുമിത്ര പറയുന്നു, രാമം ദശരഥം വിദ്ധി മാം വിദ്ധി അയോധ്യാമടവീം വിദ്ധി ഗച്ഛാദാസുഖം. രാമനെ ദശരഥന് പോലെ കരുതണം, എന്നെ ജനകാത്മയെ ഉറയ്ക്കണം എന്നാണ് പറയുന്നത്. അമ്മയെ പോലെ എന്നുള്ള വാക്ക് ആണ് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് എന്ന് വരരുചിക്ക് വനയക്ഷിമാർ ഉപദേശിക്കുന്നു. വനയക്ഷിമാർ നേരിട്ട് ഉപദേശിക്കുകയല്ല, അവരുടെ സംഭാഷണത്തിൽ നിന്ന് വരരുചി ഗ്രഹിക്കുന്നതാണ്. മാം വിധി എന്നുള്ള വാക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണെങ്കിൽ, രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം ആരുടെ അയനമാണോ രാമായണമായി മാറിയത്, ആ രാമനെ കൊണ്ടല്ല എഴുത്തച്ഛൻ പ്രയോഗിക്കുന്നത്. മറിച്ച് 2 പ്രത്യക്ഷപ്പെട്ട സാന്നിധ്യത്തിലെ അഭാവം വാക്കിന്റെ പ്രഭാവത്താൽ നികത്തുന്ന ഒരു കഥാപാത്രം, ഒരു സ്ത്രീ കഥാപാത്രത്തെയാണ് എഴുത്തച്ഛൻ അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ കൗസല്യയുടെ കാര്യം നോക്കുക. കൗസല്യയാണ് ശ്രീരാമചന്ദ്രൻ ജനിച്ചു വീഴുമ്പോൾ അത് മഹാവിഷ്ണുവിന്റെ അവതാരമാണെന്ന് അറിയുന്ന ഒരേ ഒരു വ്യക്തി. ആ അമ്മയുടെ സാമൂഹ്യ പ്രതിബദ്ധത നോക്കുക. ആ അമ്മ സ്വന്തം അറിവ്, സ്വന്തം മകൻ വിഷ്ണുവാണെന്ന്, മഹാവിഷ്ണുവാണെന്നുള്ള പരമമായ അറിവ് ആ അമ്മ മൂടിവെച്ചു. എന്തിനു വേണ്ടി? ധർമ്മപാതയിൽ ഒരു വിഘ്നവും സംഭവിക്കാതിരിക്കാൻ വേണ്ടി, വിഘാതങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി സ്വന്തം ജീവിതത്തിലെ അമൂല്യമായ ഒന്നിനെ മറച്ചുവെച്ച് സമൂഹത്തിന് വേണ്ടി അതിനോട് പ്രതിബദ്ധത കാണിച്ച കൗസല്യാദേവിയെ അങ്ങനെയുള്ള ഒരു സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിച്ച എഴുത്തച്ഛൻ. അതുപോലെ തന്നെ താരയെ വാൽമീകി വിളിക്കുന്നത്, താരയോട് രാമൻ ഉപദേശം കൊടുക്കുന്ന സമയത്ത്, താരയ്ക്ക് ഉപദേശം കൊടുക്കുന്ന സമയത്ത് വാൽമീകി താരയെ സംബോധന ചെയ്യുന്നത് പണ്ഡിത എന്നാണ്. എഴുത്തച്ഛനാകട്ടെ ഒരു പടി കൂടി കടത്തി പറഞ്ഞു എന്ന് പറയാം, ധന്യേ എന്നാണ് സംബോധന ചെയ്യുന്നത്. ആ സ്ത്രീ കഥാപാത്രത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുത്തിരിക്കുന്നു ഈ ഒരൊറ്റ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെടുന്ന സുമിത്രയെ കൊണ്ട് പറയിപ്പിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ടതായ അവതാര
മഹിമ അത് കൗസല്യാദേവി സാമൂഹിക പ്രതിബദ്ധതയുടെ പേരിൽ മറച്ചുവെച്ചു. ധന്യ എന്ന് താരയെ സംബോധന ചെയ്തു. ഇതെല്ലാം സ്ത്രീപക്ഷത്തോട് എത്രത്തോളം എഴുത്തച്ഛന്റെ വാക്കുകൾ ചേർന്നു നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഹരിനാമകീർത്തനത്തിൽ എഴുത്തച്ഛൻ എഴുതിയത്, ഋതുവായ പെണ്ണിനു ഇരപ്പനും ദാഹകനും പതിതനും അഗ്നി അജനം ചെയ്ത ഭൂസുരനും ഹരിനാമകീർത്തനം അത് ഒരു നാളും അർക്കമുടൻ അരുതാത്തതല്ല ഹരിനാരായണായ എന്ന്. അത്തരത്തിൽ സമത്വത്തിൻ്റെതായ ഒരന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇന്നല്ല എന്ന് ഓർക്കണം. ഏകദേശം 4 നൂറ്റാണ്ടുകൾക്ക് മുൻപ് അദ്ദേഹത്തിന് സാധിച്ചെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകളുടെ ശക്തി, വാക്കിന്റെ കരുത്ത് എന്തായിരിക്കും എന്ന് നാം ഓർക്കണം. അധസ്ഥിതോദ്ധാരണം അതുപോലെ തന്നെ ഒരു വിധത്തിലും ആരും അകറ്റി നിർത്തപ്പെടേണ്ടവരല്ല എന്നും അദ്ദേഹം ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞു. മഹാഭാരതം കിളിപ്പാട്ടിൽ പാർത്ഥസാരഥി വർണ്ണനയിൽ എഴുത്തച്ഛൻ പറയുന്നു, അടിയാരെ കുറിച്ചൊരു കരുണയും കഠിന ദുഷ്ടരോടെഴുന്ന കോപവും മടുമൊഴിയുമാരിൽ വളർന്ന രാഗവും കലകം കൊണ്ട് അത്ഭുതരസങ്ങളും ചകലന്മാരോട് കലർന്ന ഹാസവും എതിരിടുന്നോർക്ക് ഭയങ്കരത്വവും. ശ്രീകൃഷ്ണന്റെ സൗന്ദര്യം വർണ്ണിക്കുന്നതിന് മുൻപ് എഴുത്തച്ഛൻ വർണ്ണിച്ചത് എന്താണെന്ന് നമ്മൾ ഓർക്കണം. ആദ്യം തുടങ്ങുന്നതിന് അടിയാരെ കുറിച്ചുള്ള ഒരു കരുണയും എന്നാണ്. ഭാവമാണ് ആദ്യം വിവരിക്കുന്നത്. എന്താണ് ആ പരമാത്മാവിന്റെ ഭാവം? പരമാത്മാവാണ് പരിവർത്തനത്തിന് ഇറങ്ങുന്നത്. അപ്പോൾ ബാക്കി ഭക്തരെല്ലാവരും തന്നെ പരിവർത്തനത്തിന് എതിരി നിൽക്കാൻ പാടില്ലെന്നുള്ളത് ഒരു പ്രകൃതി നിയമമായി മാറും. ഇവിടെയാണ് എഴുത്തച്ഛന്റെ കഴിവ്. അടിയാരെ കുറിച്ചൊരു കരുണയും കഠിന ദുഷ്ടരോടെ എഴുന്ന കോപവും മടുപൊഴിമാരിൽ വളർന്ന രാഗവും കലകം കൊണ്ടൊരത്ഭുതരസങ്ങളും സകലന്മാരോട് കലർന്ന ഹാസവും എതിരിടുന്നോർക്ക് ഭയങ്കരത്വവും. ഇതില് എല്ലാം അടങ്ങിയിട്ടുണ്ട്. ആ ശ്രീകൃഷ്ണന്റെ ഭാവം, പാർത്ഥസാരഥി വർണ്ണനയിൽ കൊടുത്തിരിക്കുന്ന ഭാവം, കലകം കൊണ്ടൊരു അത്ഭുതരസങ്ങളും സബലന്മാരോട് കലർന്ന ഹാസവും. ഇന്നത്തെ ഈ ചപലതയാർന്ന ലോകത്തിൽ ചപലതയോട് ഹാസത്തോടുകൂടി പ്രതികരിക്കുവാനായിട്ട് ഭഗവാനെ തന്നെ ഇറക്കി എഴുത്തച്ഛൻ. അതുപോലെ തന്നെ എതിരിടുന്ന ശക്തികളെ, ഇന്ന് രാഷ്ട്രത്തിന് എതിരിടുന്ന ശക്തികളായാലും എതിരാളികളായാലും ധർമ്മത്തിന് എതിരെ വരുന്ന ശക്തികളെ എതിരിടുന്ന ഭയങ്കരത്വത്തോടു കൂടിയുള്ള രൂപം ശ്രീകൃഷ്ണ ഭഗവാനെ കൽപ്പിച്ചു കൊടുത്തു. ഇതാണ് എഴുത്തച്ഛന്റെ വരികളിലൂടെയുള്ള, എഴുത്തച്ഛന്റെ വാക്കുകളിലൂടെയുള്ള നവോത്ഥാന. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ എഴുത്തച്ഛൻ പറയുന്നുണ്ട്, സംസാരകാരണിയായത് അവിദ്യയും സംസാരനാശിനിയായത് വിദ്യയും ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്ത ചേതസാ ചെയ്യുക വേണ്ടുന്നത് എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് വിദ്യാഭ്യാസം ചെയ്യേണ്ടത്? ആ ഏകാന്ത ചേതസ ചെയ്യണം. ഏകാഗ്രതയോടുകൂടി ചെയ്യേണ്ടതായ വിദ്യാഭ്യാസത്തിൽ പരയും അവരെയും ആയിട്ടുള്ള വിദ്യകളെ കുറിച്ചും എല്ലാം വാക്കുകളുണ്ട്. രാമായണത്തിൽ നമുക്ക് ഇഷ്ടം പോലെ കണ്ടെത്താൻ സാധിക്കും. ഞാൻ ചുരുങ്ങിയ സമയത്തിൽ അതിലേക്ക് പോകുന്നില്ല. മറിച്ച് എഴുത്തച്ഛൻ്റെതായ മറ്റൊരു സംഗതി കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. കാട്ടാളനായാൽ പോലും രാമനാമം ജപിച്ചാൽ മുക്തി വരും എന്ന വാൽമീകിയുടെ അനുഭവം ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിനും സമൂഹത്തിനും ഇതിലൂടെ മുക്തിക്ക് സാധിക്കും എന്ന് അറിയുവാൻ വേണ്ടിയിട്ടാണ്. ഈ എഴുത്തച്ഛനെ കുറിച്ചാണ്, എഴുത്തച്ഛന്റെ കൃതികളെ കുറിച്ചാണ്
ആധുനിക ലോകം, ഇന്നത്തെ സാഹിത്യ ലോകം, ചില സാംസ്കാരിക നായകന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചിലർ ഉന്നയിക്കുന്ന ഒരാൾ. അത് എഴുത്തച്ഛന്റെ കൃതികൾ വളരെ കുറച്ച് പേരിലേ എത്തിയിട്ടുള്ളൂ. അന്നത്തെ വിദ്യാഭ്യാസമുള്ള ഒരു ജനതയിൽ മാത്രമായിരുന്നു എഴുത്തച്ഛൻ സൃഷ്ടിച്ച സ്വാധീനം. അത് മറ്റുള്ളവരിലേക്ക് കടന്നിട്ടില്ല എന്നാണ് ഒരു വാദം. അതുപോലെ തന്നെ മറ്റൊരു വാദം, എഴുത്തച്ഛൻ ഒരു സമുദായത്തിൽ, പ്രത്യേക സമുദായത്തിൽ ജനിച്ചു, അതിനു മുകളിലുള്ളവരോടുള്ള ആരാധന കൊണ്ട് അദ്ദേഹം പലതും നേരിട്ടിറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറായില്ല എന്നെല്ലാമാണ് പറയുന്നത്. വാസ്തവത്തിൽ ഇതിന് ഒരു മറുപടി വളരെ വ്യക്തമായ ഒരു ഒറ്റ കാര്യം കൊണ്ട് ഉണ്ണികൃഷ്ണൻ സാറിന്റെ ഒരു പ്രബന്ധത്തിൽ നിന്ന് ഞാൻ ഉദ്ധരിക്കുകയാണ്. വാസ്തവത്തിൽ ചന്ദ്രനിൽ എത്തിയത് ഒരാളേ ഉള്ളൂ. എല്ലാവരും ചന്ദ്രനിൽ പോയിട്ടില്ല. പക്ഷെ നാം അതിൽ അഭിമാനപ്പെടുന്നു. ഇവിടെ വളരെ കുറച്ചു പേരെ ആ കാര്യങ്ങൾ ഗ്രഹിച്ചുള്ളൂവെങ്കിൽ പോലും അത് മുഴുവൻ മനുഷ്യകുലത്തിനുള്ളതാണ് എന്നുള്ളതിൽ നമുക്ക് അഭിമാനം കൊള്ളാൻ സാധിക്കും. ഈ അഭിമാനം കുറച്ചു പേരിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് നാം രാമായണ മാസം ആഘോഷങ്ങളിലേക്ക് കടന്നത്. രാമായണ മാസ ആഘോഷങ്ങളിലേക്ക് പലയിടങ്ങളിലും ആദ്യകാലങ്ങളിൽ രാമായണത്തോട് വൈമുഖ്യം പ്രകടിപ്പിച്ചിരുന്ന വലിയൊരു സമൂഹമുണ്ടായി. വീടുകളിൽ മാത്രം വായിക്കാനുള്ളതാണ്, അത് പരസ്യമായി വായിക്കാനുള്ളതല്ല എന്നുള്ള വിശ്വാസം കാരണം ഭക്തരിൽ തന്നെ ഒരു വിഭാഗം മാറിയിരുന്നു. ഭക്തരെ സമൂഹ നന്മയ്ക്കായി പുറത്തേക്ക് ഇറക്കുക, വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുക, സമൂഹ മധ്യത്തിലേക്ക് ഇറക്കുക. ക്ഷേത്ര സങ്കേതങ്ങളിൽ തന്നെ ബഹുജനങ്ങളുടെ ഒരു യോഗം, ബഹുജനങ്ങളുടെ ഒരു വാസ്തവത്തിൽ അവരെല്ലാവരെയും ഭാഗഭാക്കാക്കിക്കൊണ്ടുള്ള ഒരു രാമായണ വായന, രാമായണ പ്രഭാഷണങ്ങൾ, ഇതെല്ലാം സ്വർഗീയ പരമേശ്വർജിയുടെയും മാധവജിയുടെയും എല്ലാം രൂപകൽപ്പനയിൽ കേരളത്തിൽ കണ്ടു തുടങ്ങി. ആ തുടക്കം ഇന്ന് ഒരാളും മുൻകൈയെടുത്തില്ലെങ്കിൽ പോലും സമൂഹം അത് അപ്പാടെ സ്വീകരിച്ചു എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വരെ രാമായണം ആഘോഷിക്കും. രാമായണ പ്രഭാഷണങ്ങൾ, ഒരാഴ്ചയിൽ രാമായണ പ്രഭാഷണങ്ങൾ അവർ സംഘടിപ്പിക്കുന്നു. രാമായണത്തിന് മറ്റൊരു മുഖമുണ്ടെന്ന് അവർ തന്നെ സമ്മതിക്കുന്നു. ഇത് രാമായണത്തിന്റെ സ്വീകാര്യത അല്ലെങ്കിൽ പിന്നെ എന്താണ്? ഇത് എഴുത്തച്ഛന് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമല്ലെങ്കിൽ പിന്നെന്താണ്? നവോത്ഥാനത്തിന്റെ മുഖം എഴുത്തച്ഛനിലൂടെയാണ് വെളിവാകുന്നത് എന്ന് പറയാൻ മടിച്ചു നിന്നിരുന്ന ഒരു സമൂഹം, എഴുത്തച്ഛൻ നവോത്ഥാനത്തിന്റെ പിതാവാണ്, ഭാഷാപിതാവ് പോലെ തന്നെ എന്ന് പറയാൻ മടിച്ചു നിന്നിരുന്ന ഒരു സമൂഹം ഇന്ന് തുറന്നു പറയുന്നു. പണ്ട് എതിർത്തുന്നവർ ഇന്ന് അനുകൂലിക്കുന്നുണ്ടെങ്കിൽ ഈ രാമായണത്തിന്റെ പ്രസക്തിയും ഹരിനാമകീർത്തനത്തിന്റെ പ്രസക്തിയും മഹാഭാരതത്തിന്റെ പ്രസക്തിയും എല്ലാം എഴുത്തച്ഛന്റെ വരികളുടെ, എഴുത്തച്ഛന്റെ ജീവിതത്തിന്റെ പ്രസക്തി തന്നെയാണ്. എഴുത്തച്ഛനെ മറന്നുകൊണ്ട് കേരളീയ സമൂഹത്തിന് മുൻപോട്ട് പോകാൻ. പക്ഷേ ഇന്ന് കേരളീയ സമൂഹം എവിടെയാണ് നിൽക്കുന്നത്? ആ എഴുത്തച്ഛനെ തന്നെയാണ്, നവോത്ഥാനത്തിന്റെ പിതാവായി പ്രതിഷ്ഠിക്കേണ്ട എഴുത്തച്ഛനെ തന്നെയാണ് ഇന്ന് മറന്നിരിക്കുന്നത്. തുഞ്ചൻ പറമ്പിൽ ഒരു പ്രതിമ സ്ഥാപിക്കാൻ പോലും സാധ്യമല്ലാത്ത തരത്തിൽ ഇവിടുത്തെ സാംസ്കാരിക അന്തരീക്ഷം കലുഷിതമായിട്ടുണ്ടെങ്കിൽ അതിനെന്താണ് കാരണം? അതിന് കാരണം വേണ്ട വിധത്തിൽ പണ്ട് ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിരുന്ന രാമായണത്തെ ഇന്നും ക്ലാസ്സിന് പുറത്തേക്ക് ഇറക്കി വിട്ടുകൊണ്ട് അകറ്റി നിർത്താൻ ശ്രമിച്ചവർക്ക് പോലും ഇന്ന് സ്വീകരിക്കേണ്ടി വരുന്ന ഈ ഘട്ടത്തിൽ പോലും എഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കാൻ സാധിക്കുന്നില്ല. ഇതിനെതിരായിട്ടാണ് ഈ രാമായണത്തിൽ നിന്ന് ഈ എഴുത്തച്ഛന്റെ ജീവചരിത്രം നവോത്ഥാനത്തിന്റെ ചരിത്രം തന്നെയാണ് എന്ന് ബഹുജന സമക്ഷം നാം അവതരിപ്പിക്കേണ്ടതും അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഇനി ഭാവിയിൽ അതായി തീരും നമ്മുടെ നവോത്ഥാന ചരിത്രം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സത്യത്തിന്റെ പാതയിലേക്ക്, നവോത്ഥാന ചരിത്രത്തിന്റെ നേർവഴികളിലേക്ക്
ഈ സമൂഹം മുഴുവൻ ഒന്നാകെ തന്നെ നടന്നെടുക്കും. അതായിരിക്കും യഥാർത്ഥത്തിൽ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ, ഇനി വരുന്ന ദശകങ്ങൾ നവോത്ഥാന ചരിത്രം എഴുത്തച്ഛനാൽ ആണ് തുടക്കം കുറിക്കുന്നത് എന്നുള്ള ചിന്തകളോടെ ആയിരിക്കും ഇനി വരുന്ന ദശകങ്ങൾ പിറക്കുന്നത് എന്ന ശുഭാവിശ്വാസത്തോടെ ഞാൻ വിരമിക്കുന്നു. നിങ്ങൾക്കേവർക്കും നമസ്കാരം. കേരളത്തിന്റെ ശൈക്ഷണിക സദസ്സുകൾക്ക് സുപരിചിതനാണ് ശ്രീ ജി അമൃതരാജ്. കൃത്യമായ വിശകലനങ്ങളിലൂടെ വളരെ സൂക്ഷ്മമായി അവതരിപ്പിക്കുന്നതിൽ പുലർത്തുന്ന ജാഗ്രതയിലൂടെ കേരളത്തിന്റെ സംവാദ സദസ്സുകൾക്ക് ജി അമൃതരാജ് സുപരിചിതനാണ്. അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങൾ, ഏറ്റെടുത്തിട്ടുള്ള മഹത്തായ പ്രവർത്തനങ്ങൾ ഒക്കെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് സ്നേഹത്തോടെ ജി അമൃതരാജിനെ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. തപസ്യ കലാസാഹിത്യവേദി ഈ പുണ്യരാമായണ മാസത്തിൽ സംഘടിപ്പിക്കുന്ന ഈ രാമായണ വിചാരയജ്ഞത്തിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഗുരുജനങ്ങൾക്കും സഹോദരി സഹോദരന്മാർക്കും സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയവന്ദനം. എന്നോട് ഈ വിചാരയജ്ഞത്തിൽ അവതരിപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എഴുത്തച്ഛനും കേരള നവോത്ഥാനവും എന്ന വിഷയത്തിൽ ഒരു ലഘുപ്രഭാഷണമാണ്. വളരെ ഒരുപാട് ചർച്ച ചെയ്യേണ്ട ഈ വിഷയത്തിൽ എനിക്ക് കുറച്ച് സമയം മാത്രമാണ് സ്വാഭാവികമായും കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നേരെ ഞാൻ എൻ്റെ വിഷയാവതരണത്തിലേക്ക് കടക്കട്ടെ. എൻ്റെ ചിന്തകൾ രാമായണത്തെ, രാമനെ ഭക്തിയോടെ സ്നേഹിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്ക് മുന്നിലും സാദരം സമർപ്പിക്കുന്നു. എനിക്ക് 3 ചോദ്യങ്ങളാണ് ഇവിടെ സമർപ്പിക്കാനുള്ളത്. അതിനുത്തരമാണ് ഞാൻ തേടുന്നത്. ആരായിരുന്നു എഴുത്തച്ഛൻ? അതേപോലെ എന്തായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ചത്? 3, തൻ്റെ കവിതാവതരണത്തിലൂടെ എന്താണ് അദ്ദേഹം ലക്ഷ്യമാക്കിയത്? ഈ 3 ചോദ്യങ്ങൾക്ക് വളരെ ലഘുവായ ചില ഉത്തരങ്ങൾ കണ്ടെത്താനാണ് ഞാൻ എൻ്റെ ഈ എളിയ പ്രഭാഷണത്തിൽ ശ്രമിക്കുന്നത്. ആരായിരുന്നു എഴുത്തച്ഛൻ? സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃത പാരിജാതം മനുഷ്യ പത്മേഷു രവിസ്വരൂപം നമൗമി തുഞ്ചത്തെഴും ആര്യപാദം എന്ന് ബഹുമാനത്തോടെ മലയാളി ഒരു കവിയുടെ മുന്നിലും തലകുനിച്ചു നിന്നിട്ടില്ല, നമിച്ചു നിന്നിട്ടില്ല എന്ന് മലയാള കവിതാ സാഹിത്യ ചരിത്രം എഴുതുമ്പോൾ പ്രസിദ്ധ നിരൂപക പ്രൊഫസർ എം ലീലാവതി എഴുതിയിട്ടുണ്ട്. അത് സത്യമാണ്. കാരണം ആരെയും ഇത്രത്തോളം ഒരു കവിക്കും അപ്പുറത്ത് വലിയ ഒരു യോഗീശ്വര കവിയായി മലയാളി ഹൃദയത്തിൽ കൊണ്ടാടുന്നില്ല. എന്താണ് ഇതിന് കാരണം? പലരും പറയും അദ്ദേഹം ഭാഷാപിതാവായതുകൊണ്ടാണ്, അതായത് മലയാളിയെ ഈ എഴുതി പഠിപ്പിച്ച കവീശ്വരനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സ്പെഷ്യൽ പദവി കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് സാഹിത്യ ചരിത്രം ഗൗരവമായി പഠിക്കുന്ന ഒരു സാഹിത്യ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത് ശരിയായ ഒരു പ്രസ്താവമല്ല. കാരണം എഴുത്തച്ഛന് മുമ്പും മലയാള കവിത വളരെ ശക്തിയോടുകൂടി നിലനിന്നിരുന്നു എന്നതിന് തെളിവാണ് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയെ പോലെ ഒരു കാവ്യം. കാരണം നമുക്കറിയാം, ഇന്ദിര തന്നുടെ പുഞ്ചിരിയായൊരു ചന്ദ്രിക മെയിൽ പരക്കയാലെ എന്ന് തുടങ്ങുന്ന മനോഹരമായ മലയാളത്തിൽ എഴുതപ്പെട്ട മഹാകാവ്യമാണ് കൃഷ്ണഗാഥ. അപ്പോൾ എഴുത്തച്ഛന് മുമ്പ് മലയാള കവിതയുണ്ടായിരുന്നു. പിന്നെ എന്താണ് അദ്ദേഹത്തിന് കിട്ടുന്ന ഈ വലിയ പ്രാധാന്യം? അദ്ദേഹത്തിന് കിട്ടുന്ന പ്രാധാന്യം ഇതിഹാസ കവിതയെ, വാൽമീകിയുടെയും വ്യാസന്റെയും കവിതയെ മലയാളിത്തത്തോടുകൂടി ഇവിടെ അവതരിപ്പിച്ചു എന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇത് വളരെയേറെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. വളരെയേറെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വസ്തുതയാണ് എങ്ങനെയാണ് ആർഷസാഹിതിയെ മലയാളിക്ക് വേണ്ടപ്പെട്ട രീതിയിൽ മലയാളിത്തത്തോടുകൂടി അവതരിപ്പിച്ചു എന്നത്. അദ്ദേഹം എങ്ങനെ അവതരിപ്പിച്ചു എന്നതിനെ സംബന്ധിച്ച് വളരെയേറെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇത് എന്താണ്, ഒരു വൈദേശിക എന്നല്ല, മലയാളത്തിൽ നിന്ന് മലയാളത്തിന് വൈദേശികമായ ഒരു കൃതിയെ മലയാളത്തിൽ അവതരിപ്പിക്കുമ്പോൾ എങ്ങനെ മലയാളിക്ക് വേണ്ട ചേരുവകളോടി കൂടി അവതരിപ്പിക്കുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ അവതരിപ്പിച്ചെങ്കിൽ മാത്രമേ ആ കൃതി മലയാളിയുടെ സാഹിത്യ സംസ്കാരത്തിലേക്ക്, ഹൃദയ സംസ്കാരത്തിലേക്ക് ഉൾച്ചേരുകയുള്ളൂ. ആ തരത്തിൽ അവതരിപ്പിച്ചു എന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. അതൊരു കവിയുടെ വലിയൊരു വിജയമാണ്. എത്രയോ 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 ഉദാഹരണങ്ങൾ, രാമായണം മുഴുവൻ ആ ഉദാഹരണങ്ങളാണ്. അതുകൊണ്ടാണല്ലോ അത് വീണ്ടും വീണ്ടും പേർത്തും നൂറ്റാണ്ടുകളായി മലയാളി വായിച്ച് അനുശീലിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു പെട്ടെന്ന് ആർക്കും വഴങ്ങാത്ത ഭാരതം പോലെ ഒരു മഹാകൃതി തന്നെ എത്രയോ
ലളിതമായി എത്രയോ എത്രയോ കൃതഹസ്തതയോടുകൂടിയാണ് എഴുത്തച്ഛൻ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതവുമണിഞ്ഞയ്യോ ശിവശിവ, നല്ല മരതകക്കല്ലിനോടൊത്തൊരു കല്യാണരൂപൻ കുമാരൻ മനോഹരൻ, ചൊല്ലഴും അർജുനൻ തന്റെ തിരുമകൻ, വല്ലവി വല്ലഭ നിന്റെ മരുമകൻ എന്ന് ഗാന്ധാരി സ്ത്രീപർവത്തിൽ ഭഗവാൻ കൃഷ്ണനോട് അഭിമന്യുവിന്റെ ശവം കിടക്കുന്നത് കാണിച്ചുകൊണ്ട് പറയുമ്പോൾ ഒരമ്മാവനോട്, കേരളീയനായ ഒരമ്മാവനോട് അനന്തരവന്റെ ദുർഗതി കാണിച്ചു കൊടുത്തുകൊണ്ട് കേരളീയ ഒരമ്മ സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ സന്ദർഭത്തെ അവതരിപ്പിക്കാൻ, പുനഃസംസ്ഥാപനം ചെയ്യാൻ എഴുത്തച്ഛന് സാധിക്കുന്നു എന്നതാണ് നമുക്ക് അത്ഭുതകരമായ കാര്യം. ഇത് മാത്രമല്ല, ഇപ്പോ പ്രസിദ്ധമായ കർണപർവ്വത്തിലെ പാർത്ഥസാരഥി വർണ്ണനം നമുക്ക് അത് തന്നെ ഒന്ന് എടുത്തു നോക്കാവുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നിറന്ന പീലികൾ നിരക്കവേ കുത്തി നെറുകയിൽ കൂട്ടി തിറമുട് കെട്ടി എന്ന് തുടങ്ങുന്ന ആ പ്രസിദ്ധമായ വരികൾ. ആ വരികളുടെ അവസാനം അത് ഭഗവാന്റെ ഒരു വളരെ സൂം ചെയ്ത് കാട്ടുന്ന ഒരു വർണ്ണനയാണ്. പാർത്ഥസാരഥിയുടെ ഗംഭീരമായ യുദ്ധത്തെ നയിക്കുന്ന പാർത്ഥസാരഥിയെ വളരെ കൃത്യമായി സൂം ചെയ്ത് കാണിക്കുന്ന ഒരു വർണ്ണനയാണ്. അടിയാരെ കുറിച്ചൊരു കരുണയും കഠിനദുഷ്ടരോടെഴുന്ന കോപവും കലഹം കണ്ട അദ്ഭുതരസങ്ങളും ചപലന്മാരുടെ കലർന്ന ഹാസവും, അങ്ങനെ ഭഗവാന്റെ മുഖം മുതൽ അപാത ചൂടം എഴുത്തച്ഛന്റെ കവിത നമ്മളെ കാട്ടിത്തരുന്നുണ്ട്. പക്ഷെ അതിന്റെ അവസാനമാണ് എഴുത്തച്ഛൻ കവിതയുടെ മാജിക്ക് സംഭവിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെന്താണ്? ആ വർണ്ണനയുടെ അവസാനം, എന്നുടെ ഹൃദയം തന്നിലിരിക്കും പോലവേ മണിവർണ്ണൻ തന്നെ തെളിഞ്ഞു കണ്ടു ഞാൻ എന്നാണ്. എന്നുടെ ഹൃദയം തന്നിലിരിക്കും പോലവേ മണിവർണ്ണനെ ആ തേരിൽ ഞാൻ തെളിഞ്ഞു കണ്ടു. ഇതാരാണ് കണ്ടത്? ഇതാണ് നമുക്ക് നമ്മളുടെ അനുഭവത്തെ നമ്മളൊന്ന് അന്വേഷിച്ച് അകത്ത് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഈ കണ്ടതാരാണ്? മഹാഭാരതത്തിന്റെ പ്രസിദ്ധനായ കമന്റേറ്റർ ആയിരുന്ന സഞ്ജയനാണോ കണ്ടത്? അതേപോലെ ഈ കവിയാണോ കാണുന്നത്? അതോ ഈ യുദ്ധം ഓരോരുത്തരും നമ്മൾ മനസ്സിൽ കാണുകയാണോ? അതാണ് ദൃഷ്ടാവിനെ കാലവ്യത്യാസം ഒക്കെ മാറ്റി ഇതിന്റെ ഈ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ കുരുക്ഷേത്രത്തിലെ ജീവിതത്തിന്റെ കൗരവരുടെയും പാണ്ഡവരുടെയും ഒക്കെ ജീവിതത്തെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നമ്മെ ഓരോരുത്തരെയും അതിന്റെ ദൃഷ്ടാവും ശ്രോതാവും ഒക്കെ ആക്കുന്ന ഒരു മാജിക്. അവിടെയാണ് എഴുത്തച്ഛൻ എന്ന ഇതിഹാസ കവി അത്ഭുതത്തോടെ കാലങ്ങളെ അതിജീവിച്ച് നിലനിൽക്കുന്ന ഒരു വലിയ അത്ഭുതം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം കവി കുലഗുരുവായ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ പറഞ്ഞത്, നമുക്ക് എഴുത്തച്ഛനെടുത്ത ഭാഷാക്രമക്കണക്കേ ശരണം, മറ്റൊരു ക്രമക്കണക്കില്ല. ഇതിഹാസങ്ങളും മഹാഗ്രന്ഥങ്ങളും മലയാളത്തിൽ അവതരിപ്പിക്കാൻ അവിടുന്ന് അനുശീലിച്ച ഒരു ക്രമക്കണക്കല്ലാതെ മറ്റൊരു ക്രമക്കണക്കില്ല എന്ന് പറയാൻ കാരണം അതാണ്. അപ്പോൾ ആരായിരുന്നു എഴുത്തച്ഛൻ എന്നതിന് നമുക്ക് കൃത്യമായി ഉത്തരം കിട്ടുന്നുണ്ട്. ഇതിഹാസ കവിതയെ മറ്റൊന്നും അദ്ദേഹം എഴുതിയില്ല. അദ്ദേഹം മറ്റ് അച്ചീവർണ്ണനമോ സ്ത്രീവർണ്ണനമോ ഏതെങ്കിലും രാജാക്കന്മാരെ കുറിച്ചുള്ള വർണ്ണനമോ ഒന്നും അദ്ദേഹം ചെയ്തില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ചെയ്തത് ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും ഇതിഹാസ കഥാപാത്രങ്ങളെയും, കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ വാൽമീകിയും വ്യാസനും ആരെയൊക്കെ നിങ്ങൾക്കും എനിക്കും മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചുവോ ആ ഇതിഹാസ പുരുഷന്മാരെ, മഹാപുരുഷന്മാരെ വളരെ കൃത്യമായി, വളരെ വ്യക്തമായി, വളരെ കാലോചിതമായി അവതരിപ്പിക്കാൻ ശ്രമിച്ചു. ആ ശ്രമിച്ച കവിയാണ് എഴുത്തച്ഛൻ എന്നതാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളോടും അഭ്യർത്ഥിക്കുന്നത്, ഈ വിഷയത്തിൽ നാം കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യണം. മറ്റൊന്നും ചെയ്യാതെ ഇത് എന്തിനാണ് ചെയ്തത്? എന്തിനാണ് അദ്ദേഹം ഇത് അവതരിപ്പിച്ചത്? എന്തായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ചത് എന്ന രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കേണ്ടി വരുന്നത് ഇവിടെയാണ്. എല്ലാവരും പറയും ഭക്തി അവതരിപ്പിക്കാനാണ്, ഭക്തിയിലേക്ക് മനുഷ്യനെ അടുപ്പിക്കാനാണ് എഴുത്തച്ഛൻ തൻ്റെ കവന പ്രക്രിയ നിർവഹിച്ചത് എന്ന് പറയും. അത് എത്രത്തോളം കൃത്യമാണ് എന്ന് സംശയമുണ്ട്. കാരണം എഴുത്തച്ഛൻ്റെ കൃതികൾ വായിക്കുമ്പോൾ, വിശിഷ്യ അധ്യാത്മരാമായണം കിളിപ്പാട്ടും ഭാരതം കിളിപ്പാട്ടും വായിക്കുമ്പോൾ അതിൽ ധാരാളം സ്തുതികൾ കടന്നു വരുന്നത് നമുക്ക് കാണാം. പക്ഷെ സ്തുതി മാത്രമല്ല ആ കൃതികൾ, സ്തുതി അല്ലാതെ ധാരാളം ജീവിത ചിത്രങ്ങളെ കാട്ടിത്തരുന്നുണ്ട്. മഹാപുരുഷന്മാരുടെ ജീവിത ചിത്രങ്ങളെ. എന്ത് മഹാപുരുഷന്മാരാണ്! അവിടെ രണ്ടു തരം കഥാപാത്രങ്ങളെ നമുക്ക് കണ്ടെത്താം. എഴുത്തച്ഛൻ്റെ കാവ്യലോകത്ത് രണ്ട് തരം ഇതിഹാസ പുരുഷന്മാരുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മുടെ ഇതിഹാസ പാരമ്പര്യത്തിലുള്ള
ചിത്രങ്ങൾ തന്നെയാണ്, അല്ലാതെ അദ്ദേഹം സ്വന്തമായി കാട്ടിത്തരുന്നതല്ല. അവിടെ രണ്ടു തരം ആളുകളെ ഉള്ളൂ. ഒന്ന് ധർമ്മത്തെ സ്നേഹിക്കുന്ന പൗരുഷമുള്ള ജീവിതങ്ങൾ, ഒന്ന് അടുത്തത് ധർമ്മത്തെ എതിർക്കുന്ന അധർമ്മികളുടെ ജീവിതങ്ങൾ. ധർമ്മത്തെ സ്നേഹിക്കുന്ന പൗരുഷശാലികളോടൊപ്പമാണ് എഴുത്തച്ഛന്റെ കവിത സഞ്ചരിക്കുന്നതെന്ന് നമുക്കറിയാം. അവരെ അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന് വല്ലാത്ത ഒരു ഉത്സാഹമുണ്ട്, വല്ലാത്ത ഒരു രസസമ്പൂർണതയുണ്ട്. അതുകൊണ്ടാണ് എഴുത്തച്ഛന്റെ കവിതയെ വളരെ നിഷ്കർഷിച്ച് പഠിച്ച മഹാപണ്ഡിതന്മാർ പലരും പറഞ്ഞത് വീരരസമാണ് അദ്ദേഹത്തിന്റെ മുഖ്യരസം, അദ്ദേഹത്തിന്റെ കൃതികളുടെ ഒരു ആത്മാവ് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഭക്തി എന്നത് അതിനകത്ത് ചേർന്നൊഴുകുന്ന ഒരു സംഗതിയാണ്. അവരെ വർണ്ണിക്കുമ്പോൾ അവരുടെ എന്തെങ്കിലും ഒരു ഗുണമഹിമ കാണുമ്പോൾ അവരെ അദ്ദേഹം മതിമറന്ന് കീർത്തിക്കാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ മുഖ്യ ലക്ഷ്യം അവരുടെ ജീവിതാനുഭവങ്ങളെ, അവരുടെ ചെയ്തികളെ, ധർമ്മത്തെ അവരെങ്ങനെ മുറുകെ പിടിച്ചു എന്നതിനെ ഒക്കെ നമ്മളെ ബോധ്യപ്പെടുത്താനാണ്. ഈ ഒരു വർണ്ണന സംസ്കാരത്തിൽ സത്യത്തിൽ അദ്ദേഹം തനിക്ക് സമകാലികരായിരുന്ന നാടൻപാട്ട് കവികളെ പിൻപറ്റുന്നുവോ എന്ന് പോലും ഞാൻ സംശയിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ കാലത്താണ് നമ്മുടെ പ്രസിദ്ധങ്ങളായ വടക്കൻ പാട്ട് ഗാഥകൾ രൂപപ്പെട്ടത്. ഉദയനനെയും ഉണ്ണിയാർച്ചയെയും ആരോമൽ ഉണ്ണിയെയും ആരോമൽ ചേവകരെയും ഒക്കെ അവതരിപ്പിച്ച വടക്കൻ പാട്ട് ഗാഥകൾ ആ സമയത്ത് തന്നെയാണ് രൂപപ്പെടുന്നത്, ഏതാണ്ട് ആ കാലത്താണ് രൂപപ്പെടുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ വീരാരാധന തുളുമ്പി നിന്നിരുന്ന ആ കാലത്ത് എന്തുകൊണ്ടാണ് അവരെയൊന്നും അവതരിപ്പിക്കാതെ അദ്ദേഹം ഇവരെ അവതരിപ്പിച്ചത്? ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും പഞ്ചപാണ്ഡവന്മാരെയും അർജുനനെയും ഒക്കെ അവതരിപ്പിക്കാൻ തന്റെ തൂലിക ചലിപ്പിച്ചത്. അവിടെയാണ് കൃത്യമായി അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് നാം മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് ഭക്തി ഉണ്ടായിരുന്നു. ആ ഭക്തി നാം മുമ്പ് പറഞ്ഞതുപോലെ ധർമ്മത്തെ സ്നേഹിച്ച പൗരുഷശാലികളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നതിലും അവരോട് ഭക്തമാകുന്ന ശക്തമാകുന്ന ആസക്തിയുള്ള ചിത്തസംസ്കാരം നമ്മിൽ വളർത്തിയെടുക്കുന്നതിനും വേണ്ടിയാണ് അദ്ദേഹം തൂലിക ചലിപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം രാമനെ അദ്ദേഹം കാട്ടിത്തരുന്നുണ്ട്. തൻ്റെ ഭാര്യ നഷ്ടപ്പെടുമ്പോൾ വളരെ വേദനയോടുകൂടി പക്ഷിമൃഗാദികളോടും പുല്ലിനോടും പുഴുക്കളോടും പോലും എൻ്റെ സീത എവിടെ, എൻ്റെ സീത എവിടെ എന്ന് കരഞ്ഞന്വേഷിച്ച് നടക്കുന്ന ഒരു രാമനെ അദ്ദേഹം വളരെ വളരെ മിഴിവോടുകൂടി കാട്ടിത്തരുന്നുണ്ട്. പക്ഷേ അടുത്ത നിമിഷം അദ്ദേഹത്തിന്റെ കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഇതല്ല. കാരണം കാര്യമാനുഷൻ മൂഢാത്മാക്കളെ ഒപ്പിക്കാൻ വേണ്ടി, ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഓർക്കുക, മൂഢാത്മാക്കളെ ഒപ്പിക്കാൻ വേണ്ടി കാണിക്കുന്നതാണ്. ഇതല്ല അദ്ദേഹം. ഇത് അദ്ദേഹത്തിന്റെ ഒരു നൈമിഷിക ഭാവം മാത്രമാണ്. കാരണം സത്യമാണ്, അടുത്ത നിമിഷം അദ്ദേഹം തന്റെ ഭാര്യയെ വീണ്ടെടുക്കാൻ വലിയ രാഷ്ട്രീയ സഖ്യങ്ങൾ ചെയ്യുന്നു, വലിയ യാത്രകൾ നടത്തുന്നു, അന്വേഷണങ്ങൾ നടത്തുന്നു, എത്രയോ കിടക്കുന്ന അവരിലേക്ക് എത്തിച്ചേരാൻ, അവരെ വീണ്ടെടുക്കാനുള്ള പ്രയത്നങ്ങളിൽ ഏർപ്പെടുന്നു. അതാണ് പൗരുഷശാലികളുടെ മികവ്. ഈ മികവിലേക്ക് തൻ്റെ കാലത്തെ മനുഷ്യരെ കൊണ്ടുവരാനാണ്, ആർഷസാഹിതിയിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് തൻ്റെ തൂലിക അദ്ദേഹം ചലിപ്പിച്ചത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാകും. അദ്ദേഹത്തിന് ഇതിൽ ഭക്തി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, തീർച്ചയായും ഭക്തിയുണ്ട്. ഇവരിൽ ഭക്തി ഉണ്ടാക്കുവാനാണ്. ഈ ഭക്തി നാം പിൽക്കാലത്ത് കാണുന്ന, ഇന്നും അതിൻ്റെ പല രൂപങ്ങളിൽ ഈ നമ്മുടെ സാമൂഹ്യ രംഗത്ത് തിമർത്താടുന്ന ഒരുതരം കപടമായ അന്ധമായ ഭക്തിയല്ല. അത് കുറെ എന്താണോ അവതരിപ്പിക്കുന്നത് അവർക്ക് പോലും മനസ്സിലാകാത്ത ചില ആത്മപ്രലാപനങ്ങളിലും കർമ്മകലാപങ്ങളിലും കിടന്ന് അഭിരമിക്കുമ്പോൾ ഈ ഭക്തി അതല്ല. ഈ ഭക്തി ജീവിതത്തെ വളരെ കൃത്യമായി നെഞ്ചോട് ചേർക്കുകയും, ജീവിതത്തെ നെഞ്ചോട് ചേർക്കുകയും മറ്റുള്ളവരുടെ ജീവിതത്തെ സേവിക്കുകയും സംരക്ഷിക്കുകയും, അങ്ങനെ കൂട്ടായ അഖിലം ഞാനിതെന്ന വഴി എന്ന ഒരു മഹത്തായ മാർഗത്തിന്റെ, മഹത്തായ ഒന്നിപ്പിന്റെ, ഒത്തിരിപ്പിന്റെ ഒരു വലിയ മാർഗത്തെ കാട്ടിത്തരുന്ന ഭക്തിയാണ് എഴുത്തച്ഛൻ രാമനിലൂടെയും മറ്റും അവതരിപ്പിക്കുന്നത് എന്ന് നമുക്ക് വളരെ കൃത്യമായി കാണാം. ഈ ഭക്തി വൈദിക ഭക്തിയാണ്. ഈ വൈദിക ഭക്തി എന്നത് നമുക്കറിയാം, വൈദിക ഭക്തി എന്നത് കേവലം കർമ്മകലാപങ്ങളിൽ നിൽക്കുന്ന ഭക്തിയല്ല. അത് ആചരണത്തിലാണ്, ആത്മാനുശീലനത്തിലാണ് അതിൻ്റെ വേരുകൾ കിടക്കുന്നത്. സഗുണഭക്തിയാണ് എഴുത്തച്ഛൻ, സഗുണഭക്തിയും നിർഗുണഭക്തിയും എഴുത്തച്ഛൻ പരിപോഷിപ്പിച്ചിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. സത്യമായൊരു കാര്യമാണ്. പക്ഷെ കുറച്ചുകൂടി കൃത്യമാക്കേണ്ടതുണ്ട് അതിനകത്ത്. എന്താണ് സഗുണഭക്തി? സഗുണഭക്തി എന്ന് പറഞ്ഞാൽ കേവലം പ്രതിമാരാധനമോ അല്ലെങ്കിൽ മറ്റ് കർമ്മകലാപങ്ങളോ അല്ല. സഗുണമായ ഭക്തിയും നിർഗുണമായ ഭക്തിയും വേദത്തിൽ. സഗുണമായ ഭക്തി സർവജ്ഞത്വം, അതുപോലെ ഈശ്വരത്വം, എല്ലാ പ്രപഞ്ചത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും ഈശാവാസ്യമിതം എന്ന് പറയുന്ന തരത്തിൽ
അവിടുത്തെ കൈകളിലാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. ദയാവായ്പോടുകൂടി അദ്ദേഹം പ്രപഞ്ചത്തെ രക്ഷിക്കുന്ന അദ്ദേഹത്തിന്റെ രക്ഷകത്വം, ഇങ്ങനെ സർവേശ്വരന്റെ വിവിധങ്ങളായ അനവധി ഗുണങ്ങൾ, 10,000-കണക്കിന് ഗുണങ്ങൾ. അതുകൊണ്ടാണല്ലോ ഓരോ ഗുണത്തെയും അഭിസംബോധന ചെയ്യുന്ന സഹസ്രനാമങ്ങളും മറ്റും നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോ അനന്ത ഗുണങ്ങൾ, ജഗദീശ്വരന്റെ അനന്ത ഗുണങ്ങളെ ഈ പ്രകൃതിയിൽ കണ്ടെത്തി അതിനെ അനുശീലിച്ച് ഒക്കെ ഈശ്വരനിലേക്ക് എത്താനുള്ള ഒരു പദ്ധതിയാണ് സഗുണ ഭക്തിയുടെ പദ്ധതി. നിർഗുണ ഭക്തി എന്ന് പറയുമ്പോൾ ഗുണാതീതമായ എല്ലാത്തിലും വ്യാപിച്ചു നിൽക്കുന്ന, അരൂപിയായി വ്യാപിച്ചു നിൽക്കുന്ന അവിടുത്തെ പ്രഭാവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈശാവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് എന്ന ഔപനിഷിതികമായ ബ്രഹ്മബോധത്തിൽ ഉറക്കുന്ന ഒരു ഭക്തിയാണ്. അത് ഉയർന്ന ഭക്തിയാണ്. ഈ രണ്ട് ഭക്തികളെയും അദ്ദേഹം തൻ്റെ കൃതികളിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഈ സഗുണഭക്തി എന്നത് കുറച്ചുകൂടി ലളിതമായ ലൗകികമായ വഴിയാണ്. അതുകൊണ്ടാണല്ലോ കല്ലൂഖഭട്ടനെ പോലെയുള്ള മഹാനായ മാനവധർമ്മശാസ്ത്ര വ്യാഖ്യാതാവ്, മനുസ്മൃതിയുടെ വ്യാഖ്യാതാവ് ഋഷി ഹാരിതനെ ഉദ്ധരിച്ചുകൊണ്ട് വളരെ കൃത്യമായി പറയുന്നുണ്ട്, എന്താണ് ധർമ്മം? ധർമ്മം എന്നാൽ ശ്രുതിപ്രമാണകോ ധർമ്മം. ശ്രുതിപ്രമാണമുള്ളതാണ് ധർമ്മം. ശ്രുതിയുടെ പ്രാമാണ്യം എന്തിനാണോ അതാണ് ധർമ്മം. ശ്രുതി പറയുന്നതാണ് ധർമ്മം, വേദം പറയുന്നതാണ് ധർമ്മം. ആ ധർമ്മം ശ്രുതിശ്ച ദ്വിവിധ. ആ ശ്രുതി രണ്ടു തരത്തിലുണ്ട്. ധർമ്മത്തെ പ്രതിപാദിക്കുന്ന ശ്രുതി രണ്ടു തരത്തിലുണ്ട്. വൈദികി ലൗകികീ ച. വൈദികവും ലൗകികവുമായി രണ്ടു തരത്തിലുണ്ട്. ഇവിടെ നമ്മൾ സംശയം തോന്നും, ലൗകികം എന്ന് പറഞ്ഞാൽ നാട്ടിൽ നടക്കുന്ന എല്ലാമാണോ? അല്ല. വൈദിക ഋഷീശ്വരന്മാർ വേദപദ്ധതിയിലൂടെ, വൈദിക ധർമ്മത്തിലൂടെ, വൈദിക സാഹിത്യത്തിലൂടെ കാട്ടിത്തന്ന മഹാധർമ്മം, സനാതനമായ ധർമ്മം, ഓരോ മനുഷ്യനും ജീവിതത്തിൽ, ഓരോ മനുഷ്യനും, ഓരോ കുലവും, ഓരോ വംശവും, ഓരോ ദേശവും എങ്ങനെയാണ് സ്വന്തം ജീവിതത്തിൽ ആവിഷ്കരിച്ചതും അന്വേഷിച്ചതും പ്രാക്ടീസ് ചെയ്തതും അതെല്ലാം വിശദീകരിച്ച് അങ്ങനെ ലൗകിക ജീവിതത്തിൽ അതിൻ്റെ ഒരു ഒരു സംസ്കാരം, പ്രാക്ടിക്കൽ കൾച്ചർ, പ്രയോഗ സംസ്കാരം രൂപപ്പെട്ടിട്ടുണ്ട്. അതാണ് ലൗകികമായ ശ്രുതി. അത് ഓരോ ദേശത്ത് അതിൻ്റെ വൈദികമായ ആചാരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കേരളത്തിലെ ആചാരമല്ല, ജീവിതാചാരങ്ങളല്ല, കേരളത്തിലെ ജീവിതത്തിന്റെ അശൗച പദ്ധതിയല്ല, ബംഗാളിലുള്ളത് അല്ല, ഉത്തർപ്രദേശിലുള്ളത് അല്ലെ, അമേരിക്കയിലുള്ളത്. ഇതെല്ലാം വ്യത്യസ്തമാണ്. ഈ വ്യത്യാസത്തോടു കൂടി വേണം നമുക്കിതിനെ കാണാൻ. പക്ഷെ വ്യത്യാസത്തോടു കൂടി കാണുമ്പോൾ തന്നെ സനാതനമായ ഭാവങ്ങൾ അതിന്റെ എന്താണ്, എല്ലാ ദേശത്തും നമ്മൾ ആചരിക്കേണ്ട ഭാവങ്ങൾ എന്താണ്, ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയും ഉണ്ടാവണം. ഈ ധാരണ കൃത്യമായി ഉണ്ടാക്കുവാനാണ് എഴുത്തച്ഛൻ സനാതനമായ ജീവിത പ്രതീകങ്ങളായ, സനാതനധർമ്മത്തിന്റെ സനാതനമായ ജീവിത പ്രതീകങ്ങളായ ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും മലയാളിത്തത്തോടെ അവതരിപ്പിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മലയാളിത്തത്തോടെ അവതരിപ്പിച്ചത്. അപ്പോ അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞ ആ കവിതയിൽ സൂചിപ്പിക്കുന്നത്, കേരളത്തിന്റെ ഒരു അമ്മാവൻ മരുമകൻ ബന്ധത്തിൽ അഭിമന്യുവിനെയും ശ്രീകൃഷ്ണനെയും നമുക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കുന്നത്. അങ്ങനെയല്ല, അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞാൽ ഓരോ വരിയും അങ്ങനെ നമുക്ക് വിശദീകരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ സനാതനമായ ആ ധർമ്മത്തെ വൈദികവും ലൗകികവുമായി രണ്ട് ഉൾപ്പിരിവുകളുള്ള നമ്മുടെ ആർഷധർമ്മത്തെ അതിൻ്റെ ലൗകിക പദ്ധതിയിൽ മലയാളിയുടെ മനസ്സിൽ ഉറപ്പിക്കാനാണ് എഴുത്തച്ഛൻ പരിശ്രമിച്ചത്. ഇത് നാം കണ്ടെത്തുന്നതൊന്നുമല്ല. അദ്ദേഹം വളരെ കൃത്യമായി തൻ്റെ പുസ്തകത്തിന്റെ ആമുഖത്തിൽ, തൻ്റെ രാമായണം കിളിപ്പാട്ടിന്റെ ആമുഖത്തിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? ആധാരം നാനാ ജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താൻ അരുൾ ചെയ്തു. ജഗദീശ്വരന്റെ പ്രപഞ്ച സൃഷ്ടിക്കും അതിൻ്റെ സംരചനയ്ക്കും അതിൻ്റെ സംസ്ഥാപനത്തിനും വ്യവസ്ഥാപനത്തിനും എല്ലാം ആധാരം വേദമാണ്. അവിടുത്തെ പ്രജ്ഞാനത്തിൽ നിന്ന് ഉരുവായ വേദമാണ് എന്ന് എൻ്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഗുരുപരമ്പര എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം. അങ്ങനെ ആ വേദം ലൗകിക ജീവിതത്തിന് മാതൃക എന്ന് സമ്മതിച്ച ഈ ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ എന്ന പ്രസ്താവന താൻ എന്തിനു ചെയ്തു എന്നതിനെ സംബന്ധിച്ച് മറ്റൊരു സംഗതി. നമ്മൾ ഇത്രയും ഇത് പറയാൻ കാരണം എന്താണ്? ഇത്രയും ഇത് പറയാൻ കാരണം എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്നതിനെ സംബന്ധിച്ചുള്ള നമ്മുടെ അവസാനത്തെ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തുവാനാണ്. എൻ്റെ മൂന്നാമത്തെ ചോദ്യം അതാണ്, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം? ഞാൻ വിചാരിക്കുന്നു ഓരോ മനുഷ്യനെയും ഹനുമാനാക്കുവാൻ, ശ്രീരാമ ദർശനത്തിന്റെ, ശ്രീരാമ ജീവിതത്തിന്റെ ഹനുമാന്മാരാക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് വളരെ ഒരു രസകരമായ കാവ്യ സന്ദർഭത്തിലൂടെ നമുക്ക്
വിശദീകരിക്കാൻ പറ്റും എന്ന് കരുതുന്നു. കാരണം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ലങ്കയിലെ പ്രവർത്തനങ്ങളും രാവണ നിഹനവും അതിനുശേഷം സീതയെ വീണ്ടെടുത്തുകൊണ്ടുവന്ന് അദ്ദേഹത്തെ എങ്ങനെയാണോ മര്യാദാ പുരുഷോത്തമൻ എന്ന് ലോകമെമ്പാടും പ്രകീർത്തിക്കപ്പെട്ടത്, അതിന് കാരണമായ ആ മഹത് ഭരണം ഗാന്ധിയെ പോലെ ഒരു വലിയ രാഷ്ട്രീയ നേതാവ് പോലും രാമരാജ്യമാണ് തന്റെ ലക്ഷ്യമെന്ന് പിൽക്കാലത്ത് പറഞ്ഞത് എന്തിനെ ചൊല്ലിയാണോ, ആ രാമരാജ്യ സംസ്ഥാപനത്തിന് ശേഷം ഒരു ദിവസം അദ്ദേഹത്തിന്റെ രാജധാനിയിൽ സുഗ്രീവനും ഹനുമാനും അദ്ദേഹത്തിന്റെ വിഭീഷണനും എല്ലാവരും അദ്ദേഹത്തിന്റെ ബന്ധുക്കളെല്ലാം കൂടി കൂടിയ ഒരു സന്ദർഭത്തെ സംബന്ധിച്ച് അധ്യാത്മരാമായണം നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച് കാട്ടുന്നു. അതിനകത്ത് എല്ലാവരും കൂടെ കൂടിയത് കാരണമാവാം ശ്രീരാമചന്ദ്രൻ ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുത്ത് തന്റെ ബന്ധുജനങ്ങളെയെല്ലാം സന്തുഷ്ടരാക്കുന്നുണ്ട്. അതിനകത്ത് അദ്ദേഹം സീതാദേവിക്ക് കൊടുത്തത് ഒരു വിശിഷ്ടമായ മുത്തുമാലയാണ്. ആ മാല ദേവിയുടെ കഴുത്തിൽ അണിഞ്ഞു കൊടുത്തു. അദ്ദേഹം തൻ്റെ കഴുത്തിൽ ഭർത്താവ് അണിയിച്ചു തന്ന ആ മാല ദേവി എടുത്ത് ഒന്ന് കയ്യിൽ നോക്കിയപ്പോൾ അവരുടെ മനസ്സറിഞ്ഞിട്ടോ എന്താണ് എന്നറിയില്ല, ശ്രീരാമചന്ദ്രൻ പറയുന്നു, നിനക്കിഷ്ടമുള്ളവർക്ക് അത് ദാനം ചെയ്യണമെങ്കിൽ ദാനം ചെയ്യുക. ഇവിടെ ഏറ്റവും കൂടുതൽ നിനക്ക് ഇഷ്ടമുള്ളത് ആരാണ്, ആ ആൾക്ക് കൊടുത്ത് നിന്റെ സന്തോഷം നിനക്ക് പ്രകടിപ്പിക്കാം എന്ന് തന്നെ പറയുന്നു. ഇത് വളരെ ബോധപൂർവം പൂർവ്വകവികൾ വിഭാവനം ചെയ്ത ഒരു രംഗമാണ് എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. സീത വളരെ വാത്സല്യത്തോടെ മകനെ വരിക എന്ന് പറഞ്ഞ് ഹനുമാനെ വിളിച്ച്, അപ്പോൾ നമുക്കറിയാം ഒരു രംഗത്തും തനിക്ക് താൻ പോരുമ്പോൾ കാട്ടി പ്രത്യക്ഷപ്പെടുന്ന ഒരാളെ അല്ല ഹനുമാൻ. അത് ലങ്കയിലേക്ക് ചാടുന്ന സന്ദർഭത്തിലാണെങ്കിലും ഒക്കെ നമുക്കറിയാം. പറഞ്ഞു ബോധ്യപ്പെട്ട താൻ ചെയ്യേണ്ടതാണ് എന്ന് ബോധ്യം വന്നാൽ അത് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഒരു ആത്മാവിന്റെ ഒരു ഷോയും ഇന്നത്തെ പോലെ കാണിക്കുന്ന ആളല്ല ഹനുമാൻ. അദ്ദേഹം ഒഴിഞ്ഞു മാറി അവിടെ നിൽക്കുകയാണ് തൊഴുതുകൊണ്ട്. വിളിച്ച് മകനെ വരിക എന്ന് പറഞ്ഞ് സീതാദേവി വളരെ വാത്സല്യത്തോടു കൂടി ഹനുമാന്റെ കഴുത്തിൽ അത് അണിയിച്ചു കൊടുക്കും. അപ്പോ ശ്രീരാമദേവനും പറയുന്നു, മകനെ എനിക്കും നിന്നോട് ഇതുപോലുള്ള ഒരു സ്നേഹമാണ്, നിനക്ക് എന്തെങ്കിലും വരങ്ങൾ വേണമെങ്കിൽ ചോദിച്ചു കൊള്ളുക എന്ന് പറയുമ്പോൾ ഹനുമാൻ പറയുന്ന അത് വളരെ വിഖ്യാതമായ വാക്കുകളാണ്. എനിക്ക് ഒന്നിൻ്റെയും ആവശ്യമില്ല, എൻ്റെ മനസ്സ് സദാ അവിടുത്തെ പാതാരവിന്ദങ്ങളെ മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എപ്പോഴും അവിടുത്തെ ഓർമ്മയിൽ ഇളക്കമില്ലാതെ സ്ഥിരമായി നിൽക്കണം. അവിടുത്തെ കീർത്തി ഈ ഭൂമിയിൽ എത്രത്തോളം കാലം നിലനിൽക്കുന്നു അത്രത്തോളം അതിൽ മുഴുകി അതിനെ പരിചരിച്ച് ഇങ്ങനെ നിൽക്കാൻ എനിക്ക് അനുഗ്രഹം തരണം, അത്ര മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആത്മാവിൻ്റെ എല്ലാ ചാബല്യങ്ങളും ഇന്ദ്രിയങ്ങളുടെ എല്ലാ ആസക്തികളും എല്ലാ ചപല സംസ്കാരങ്ങളും ത്യജിച്ച ഒരു ജീവിതത്തെ ആദർശത്തെ മുന്നോട്ട് വെക്കുന്ന ഹനുമാനെയാണ് ആ കാവ്യസന്ദർഭം കാണിച്ചു തരുന്നത്. ഈ ഒരു സന്ദർഭമല്ലേ ഇതിനകത്ത് പ്രകടമാകുന്ന ആ ഹനുമാനത്വം അല്ലേ ആധ്യാത്മരാമായണം അല്ലെങ്കിൽ രാമായണ സംസ്കാരം നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓരോ മനുഷ്യനും ഓരോ മനുഷ്യാത്മാവും ഹനുമാനാകേണ്ട അവസ്ഥയാണ് ഇന്ന് വന്നിരിക്കുന്നത്. എനിക്ക് തന്നിരിക്കുന്ന വിഷയം ഞാൻ ഒന്നുകൂടി ഓർക്കുകയാണ്. കേരളീയ നവോത്ഥാനവും എഴുത്തച്ഛനും എന്നതാണ് എനിക്ക് തന്നിരിക്കുന്ന വിഷയം. ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് എഴുത്തച്ഛൻ്റെ നവോത്ഥാനം കാലാതിവർത്തിയാണ്, കാലത്തിൽ ബേസ്ഡ് ആയിട്ടുള്ളതല്ല, കാലത്തിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല. ഒരു ആർഷകവിക്കും രാമായണം ഒരു പ്രാവശ്യമെങ്കിലും വായിച്ച ഒരു ആർഷകവിക്കും അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഏതെങ്കിലും ഒരു മുക്കിനും മൂലയിലൂടെ കടന്നുപോയിരിക്കുന്ന ഒരു ആർഷകവിക്കും ഏതെങ്കിലും ഒരു കാലത്തിന് വേണ്ടി എഴുതാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു കാലത്തിന് വേണ്ടി കവിത എഴുതുന്നത് രാഷ്ട്രീയ കവികളാണ്, പാർട്ടി ഓഫീസുകളിൽ പെറ്റുകിടക്കുന്ന കവികളാണ്. പാർട്ടി ഓഫീസുകളിൽ അക്കാദമി അംഗത്വത്തിന് വേണ്ടി പെറ്റുകിടക്കുന്ന ഇന്നത്തെ കൂറക്കവികൾക്ക് മാത്രമേ അന്നന്നത്തെ കാലത്തിന് ആവശ്യമായിട്ടുള്ള നവോത്ഥാനം സങ്കല്പിക്കാനും നവോത്ഥാന ഗവൺമെന്റുകൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് കുരയ്ക്കാനും പറ്റും. എഴുത്തച്ഛന്റെ ലക്ഷ്യം അതായിരുന്നില്ല. എഴുത്തച്ഛൻ ശ്രമിച്ചത് വിക്കാലാതിവർത്തിയായി സനാതനമായ മനുഷ്യ വ്യക്തിത്വത്തെ സനാതന ഭാവങ്ങളുള്ള, കാരണം പ്രകൃതിക്ക് സനാതനമായ ഭാവങ്ങളുണ്ട്. മനുഷ്യൻ രൂപപ്പെട്ടതിന് മുമ്പാണ് പ്രകൃതി രൂപപ്പെട്ടത്, പ്രകൃതിയുടെ ഭാഗമായിട്ടാണ് മനുഷ്യൻ രൂപപ്പെടുന്നത്. അപ്പോൾ സനാതനമായ ഈ ഋതത്തിനോട് എങ്ങനെ ചേർന്ന് നിന്നുകൊണ്ട് ജീവിതത്തെ സുന്ദരമായി സംസ്ഥാപനം ചെയ്യാൻ പറ്റുന്ന കർമ്മത്തിന്റെ ഈ ആദർശത്തെയാണ്
ഈ ഹനുമാൻ എന്ന പ്രതീകത്തെയാണ് രാമായണം മുന്നോട്ട് വെക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹനുമാൻ ഹനുമാന്റെ ധർമ്മ സേവനം എന്നത് ഒരു വോളണ്ടറി വർക്കാണ്, ഒരു സ്വയം സേവകത്വം. മറിച്ച് ഇന്നതാണ് ധർമ്മം എന്ന് ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ശഠിക്കുന്ന ഒരു ആശയ സംഹിത, ഇന്നതാണ് ധർമ്മം, ഇന്നതാണ് ജീവിതം, ഇന്ന രീതിയിലാണ് ജീവിക്കേണ്ടത് എന്നൊക്കെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനമോ മതമോ പഠിപ്പിക്കുന്ന ഒരു 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 ആശയ സംഹിതയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളല്ല ഹനുമാൻ എന്ന് നമുക്ക് രാമായണ കാവ്യം കാട്ടിത്തരുന്നുണ്ട്. അമിത ബലവാനാണ്, രാമനോട് പോലും എതിർക്കാൻ ശക്തിയുള്ളയാളാണ് ഹനുമാൻ, അവധ്യനാണ് അദ്ദേഹം. അങ്ങനെ എല്ലാ ശക്തിശാലികളുടെ എല്ലാ ഗുണങ്ങളുമുള്ള ആ ഹനുമസ്വരൂപം എല്ലാവർക്കും ദാസനായി, എല്ലാവർക്കും സേവകനായി നിലകൊള്ളുന്ന, ധർമ്മത്തിന്റെ ദാസനായി, അതേസമയം അധർമ്മത്തോട് കൃത്യമായ സമീപനം എടുക്കുന്ന ആളായി ഒക്കെ നിലകൊള്ളുന്ന ഒരു കാഴ്ചയാണ് അവിടുത്തെ ജീവിതം കൊണ്ട് നമുക്ക് കാട്ടിത്തരുന്നത്. ആ ഹനുമാനാണ് വളരെ ഭക്തിയോടെ രാമന് മുന്നിൽ തൊഴുതു നിൽക്കുന്നത്. തീർച്ചയായും ഗാന്ധിജി പറഞ്ഞതുപോലെ ഭരതനെയും ഹനുമാനെയും ലക്ഷ്മണനെയും പോലെയുള്ള ഗംഭീര ചേതസ്സുകളെ തൻ്റെ ഇഷ്ടക്കാരാക്കാൻ, സേവകരാക്കാൻ, തൻ്റെ കൂട്ടുകാരാക്കാൻ ഒക്കെയുള്ള മഹത്തായ ആത്മഗുണം രാമൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ മര്യാദാ പുരുഷോത്തമൻ എന്ന് വിളിച്ചത് എന്ന് വളരെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം ഗാന്ധിജി മുന്നോട്ട് വച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനോട് ഒരു കത്തെഴുതി ചോദിച്ചു, രാമനേക്കാൾ ഭരതനല്ലേ മികച്ച ആൾ, തൻ്റെ സാമ്രാജ്യം ജ്യേഷ്ഠന് വേണ്ടി മാറ്റിവെച്ച ഭരതനല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കത്തിലൂടെ മറുപടി കൊടുത്തത്, ഗാന്ധിജി മറുപടി കൊടുത്തത്, തീർച്ചയായും അത്തരം ഒരു ആത്മസമർപ്പണം ചെയ്യുവാൻ ഭരതനെ പ്രേരിപ്പിക്കുന്ന ഒരു ആത്മഗുണം, രാജാവിൻ്റെ ഒരു ആത്മഗുണം രാമനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം മര്യാദാ പുരുഷോത്തമൻ എന്ന് നാം വിളിക്കുന്നത്. ഇങ്ങനെ മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമനോട് ചേർന്ന് നിന്നുകൊണ്ട് സേവകനായി നിലനിൽക്കാൻ, ധർമ്മത്തിന്റെ സേവകനായി സ്വയം തിരിച്ചറിയാനും പ്രതിഷ്ഠിക്കാനും സ്വയം പ്ലേസ് ചെയ്യാൻ ഹനുമാൻ സാധിക്കുന്നു. ആ ഹനുമാൻ എന്ന അവസ്ഥയാണ്, അതിന്റെ സ്വയം സേവകത്വത്തെയാണ് രാമായണം മുന്നോട്ട് വെക്കുന്നത്. ഇന്ന് കവിത മുന്നോട്ട് വെക്കുന്നത് എന്താണ്? ഇന്ന് മലയാള കവിത മുന്നോട്ട് വെക്കുന്നത് ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സേവകത്വം ഉണ്ടാക്കാൻ, അവരുടെ പാർട്ടി കേഡർഷിപ്പിന് കുടപിടിക്കാനുള്ള ആശയസംഹിതയാണ് മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായും ഇത് ഒരു രാഷ്ട്രീയ ചെറ്റത്തരം എന്നതിനപ്പുറത്തേക്ക് സാംസ്കാരികമായി മലയാളിക്ക് യാതൊരു പ്രാധാന്യവും യാതൊരു സാംസ്കാരിക മൂല്യവും നൽകുന്നതല്ല എന്ന കൃത്യമായ തിരിച്ചറിവ് ഈ രാമായണ മാസത്തിൽ ഉണ്ടാകേണ്ടതാണ് എന്ന് എന്നെപ്പോലെ ഒരു പഴയ പഴം മനസ്സുള്ള ഒരാൾ വിചാരിക്കും. തീർച്ചയായും ഒരു പഴം മനസ്സുള്ള ആൾ അതിൽ വളരെ അഭിമാനത്തോടു കൂടി സാംസ്കാരികമായി പഴയ മൂല്യങ്ങളെ മുന്നോട്ട് വെക്കാനും അതിനെ ഉയർത്തിപ്പിടിക്കാനും കാലോചിതമായി അതിനെ വ്യാഖ്യാനിക്കാനും പഠിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു സംസ്കാര പഠിതാവ് എന്ന നിലയിൽ എന്നെപ്പോലെയുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത് ഈ കാര്യം ഇവിടെ അവതരിപ്പിക്കാനാണ്. കാരണം ഇന്നത്തെ രാഷ്ട്രീയ കവിത തീർച്ചയായും അടിമ മനസ്സുകളെ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുമ്പോൾ രാമായണം ആഗ്രഹിക്കുന്നത് ഹനുമാനെ പോലെയുള്ള സ്വയം സേവകന്മാരെ സൃഷ്ടിക്കാനാണ്. കേഡർഷിപ്പും വോളണ്ടറിയലിസവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹനുമാൻ സ്വയം സേവകനാണ്. ഇങ്ങനെ ധർമ്മത്തിന് സ്വയം സേവകന്മാരെ സൃഷ്ടിക്കുവാൻ, ധർമ്മം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ സേവിക്കാൻ സമ്പൂർണമായ ആത്മസമർപ്പണം നടത്തുന്ന, ഇത് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു പ്രക്രിയയാണ്. രാഷ്ട്രീയത്തിന് അതീതമായി ജീവിതത്തെയും പ്രകൃതിയെയും ഒക്കെ തിരിച്ചറിയുന്ന, സർവേശ്വരനും ജീവാത്മാവും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയുന്ന, പ്രകൃതിയും ജീവാത്മാവും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയുന്ന, ഇതിൻ്റെ എല്ലാം ലയം എന്താണെന്നും ഋതം എന്താണെന്നും തിരിച്ചറിയുന്ന ഒരു ദാർശനിക ബുദ്ധിക്ക്, അതേപോലെ സമർപ്പിത ചേതസ്സിന് മാത്രമേ സ്വയം സേവകനാകാൻ പറ്റൂ. അത് നിസ്സാരമായൊരു കാര്യമല്ല, നിസ്സാരമായൊരു ആത്മഗുണമല്ല. ആ ആത്മഗുണത്തിലേക്ക് ഓരോ വ്യക്തിയെയും വളർത്തിയെടുക്കാനാണ് എഴുത്തച്ഛൻ്റെ കവിത ലക്ഷ്യമിടുന്നത്. അതുതന്നെയാണ് എഴുത്തച്ഛൻ്റെ നവോത്ഥാനം. അത് കാലത്തിൽ അധിഷ്ഠാനപ്പെട്ടതല്ല. അത് മധ്യകാല യുഗങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, പ്രാചീന യുഗത്തിന് വേണ്ടിയുള്ളതല്ല, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടത്തിന് വേണ്ടിയല്ല. അത് ദിക്കാലാതിവർത്തിയായ സനാതനമായ നവോത്ഥാനമാണ്. ഓരോ മനുഷ്യനിലും ഓരോ നിമിഷവും സംഭവിക്കേണ്ട ഈ ആത്മനവോത്ഥാനത്തെയാണ് എഴുത്തച്ഛൻ്റെ കവിത ലക്ഷ്യമാക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ശ്രീരാമജയം. പ്രിയപ്പെട്ടവരെ, അങ്ങേയറ്റം ഭംഗിയായി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടെ തപസ്യയുടെ രാമായണ ലാവണ്യത്തിന്റെ ആദ്യ സഭ ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. എഴുത്തച്ഛൻ കേരളീയ നവോത്ഥാനത്തിന് മാർഗദർശനം നൽകിയ മഹാചാര്യനാണ് എന്ന് വളരെ സ്പഷ്ടമായി
മികച്ച രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. കേരളത്തിന്റെ നവോത്ഥാന സംസ്കൃതിയെക്കുറിച്ച് പുതിയ ചിന്തകൾ ഉണരുന്ന പശ്ചാത്തലത്തിൽ അറിവിന് സമത്വത്തിന്റെ വഴിയാണ് കരണീയം എന്ന് മലയാളിയെ ബോധ്യപ്പെടുത്തിയ പുതുമലയാണ്മയുടെ മഹേശ്വരനായ സാക്ഷാൽ എഴുത്തച്ഛനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളീയ നവോത്ഥാനത്തിന് പുതിയ ദിശാബോധം നൽകുവാൻ ഈ സെമിനാർ കാരണമായി തീരുകയാണ്. ആർഷഭാരതത്തിന്റെ മഹത്തായ സംസ്കാരം അധ്യാത്മരാമായണം കിളിപ്പാട്ടിലൂടെയും മഹാഭാരതം കിളിപ്പാട്ടിലൂടെയും ഹരിനാമകീർത്തനത്തിലൂടെയും ചിന്താരത്നത്തിലൂടെയും ഒക്കെ അവതരിപ്പിച്ച ചിറ്റൂരും അതോടൊപ്പം തന്നെ തിരൂരും ഒക്കെ വിദ്യയുടെ അമൃത ചിന്തകൾ മലയാളിക്ക് സമ്മാനിച്ച പരമാചാര്യനായ ആ മഹാകവിയുടെ തൃപ്പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് രാമായണ ലാവണ്യത്തിന്റെ ആദ്യ സഭ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇവിടെ പങ്കെടുത്ത എല്ലാ മഹത്തുക്കളോടും അതോടൊപ്പം തന്നെ ഈ ഗംഭീരമായ പരിപാടി ശ്രവിച്ച അത് ദർശിച്ച എല്ലാ സുമനസ്സുകളോടും തപസ്യയുടെ അകൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്നുള്ള 2 സഭകൾ 14-ാം തീയതിയും 16-ാം തീയതിയും നടക്കും. അന്നും പ്രശസ്തരായ വ്യക്തിത്വങ്ങൾ നമ്മളോട് സംസാരിക്കുന്നു. രാമായണ ലാവണ്യത്തിന്റെ സന്ദേശം പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.